വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of God be glorified. ഒരു രാത്രിയിൽ കൂടെ കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് നൽകിയ ഭാഗ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. Thank and praise God for giving me one more chance to be here in the midst of the saints with the word of God. കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. We meditated about the coming of Christ last week. ഇന്നും നാളെയും അത് തന്നെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. And today and tomorrow we will be meditating on the same thing. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വിഷയമൊന്നുമല്ല. And concerning us or me or you, it's not a new thing. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതും അനേക ദൈവദാസന്മാരിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളതുമായ ഒരു വിഷയമാണ്. It is a topic which is written in the Bible, and we have also heard a lot of times from so many different pastors. നമ്മൾ കൂടെ കേട്ട് കഴിയുമ്പോൾ നമ്മളിൽ വലിയ മാറ്റങ്ങളുണ്ട്. But we human beings, we need to hear it again and again, so changes will happen in our lives. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ, നമ്മളെ ഉണർത്തുവാൻ കാലാകാലങ്ങളിൽ ദൈവം തന്റെ ദാസന്മാരെ നമ്മുടെ അടുത്തേക്ക് അയക്കുന്നു. And God sends His servants from time to time to remind us of the same thing. ആരും വന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ അവരോട് സംസാരിക്കും. If no one comes, then definitely the angels of the Lord will speak to them. ബൈബിളിലുള്ളവരോട് ബൈബിളിലൂടെ ദൈവം സംസാരിക്കും. And if you have a Bible, God will speak to you through the Bible. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിന്റെ വരവിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ജനങ്ങളെ അതിനുവേണ്ടി എൻകറേജ് ചെയ്യുകയും ചെയ്ത വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. Yesterday we were meditating upon the topic where the word of the Lord was encouraged by the apostles and by preachers. അപ്പോസ്തലന്മാരുടെ എല്ലാവരുടെയും പ്രസംഗങ്ങളിൽ, in all of the messages of the apostles, പ്രധാനമായി നിഴലിച്ചു നിന്നത് യേശു കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ദൂതുകളായിരുന്നു. The main message was about the coming of Christ. ഈ ലോകത്തിലെ കഷ്ടതകളിൽ നിന്നും വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നുമെല്ലാം ഒരു പൂർണ്ണമായ വിടുതൽ യേശുവിന്റെ വരവിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് എംഫസൈസ് ചെയ്തുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും ലേഖനങ്ങൾ എഴുതിയതും. And all the messages and the epistles written by the apostles emphasize saying that the trials and tribulations that we face in our lives will definitely come to an end by the coming of Christ. അപ്പോസ്തലന്മാർ മാത്രമല്ല, ദൂതന്മാരും യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. Not just the apostles, including angels, preach about the coming of Christ. നമ്മുടെ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന വേളയിൽ when Christ was being ascended, ശിഷ്യന്മാര് എല്ലാവരും ഉണ്ടായിരുന്നു. all the disciples were there. അവർക്ക് വളരെ ദുഃഖമുണ്ടായി. They were extremely sad. അവരവരുടെ കണ്ണുകൊണ്ട് കാണുകയാണ് യേശു സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത്. And they are seeing with their own eyes that Jesus is going up to the heavens. ഒരു മലയിൽ നിന്ന് അവർ യേശു ഇങ്ങനെ പതുക്കെ സ്വർഗ്ഗത്തിലേക്ക് കയറി ഒരു റോക്കറ്റിന്റെ, ഒരു പ്ലെയിനിന്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാധ്യമങ്ങൾ കൂടാതെ കടന്നു പോകുന്നത് കാണുകയാണ്. And they are seeing with their own eyes without any assistance of any rockets or any of the other planes. They are seeing Christ being ascended slowly up into the heavens. ഒരു മേഘം വന്ന് ആ പോക്കങ്ങ് മറിച്ചിടും. And that sight of which they were seeing of Christ being ascended was being blinded by a cloud. അവർക്ക് വലിയ ദുഃഖം തോന്നി. And they felt really sad. ആ മേഘം മാറുമെന്ന് അവർ പ്രതീക്ഷിച്ചു. And they expected the cloud to move away. ആ മേഘത്തിന്റെ ഇടയിലൂടെ എങ്കിലും യേശുവിന്റെ കാൽപാദമെങ്കിലും കാണാൻ അവർ കൊതിച്ചു. And they decide in their heart, in the inmost beings of their heart, that they want to see at least the feet of Jesus when he still goes up. അപ്പോൾ രണ്ട് ദൂതന്മാർ അവരെ വിളിക്കുകയാണ്. And suddenly two angels are calling them. ഗലീല പുരുഷന്മാരെ, Men of Galilee, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? why do you look up to the heavens? നിങ്ങളെ വിട്ട് കടന്നുപോയവനായ യേശുവിനെ, This Jesus who went up from you, നിങ്ങൾ കണ്ടതുപോലെ തന്നെ in the same way you saw him go up, will definitely come back again. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞ വചനം എഴുതിയിട്ടുണ്ട്. Acts chapter 1 verses 11 is written. It's written that this was written in this place. സ്വർഗ്ഗത്തിലെ ദൂതന്മാർക്കും പറയുവാനുള്ളത് വെറുതെ നോക്കി നിൽക്കരുത്. Even the angels have got to say the same thing. Don't look up to the heavens simply. ദുഃഖിച്ചു നിൽക്കണ്ട. Don't be sad. നിരാശപ്പെടേണ്ട. Don't be despaired. നിങ്ങളെ വിട്ടിപ്പോൾ കടന്നു പോകുന്ന യേശു, This Jesus who is leaving you and going up, മടങ്ങി വരും. he will definitely come back. ദൂതന്മാർക്ക് നമ്മളോട് കള്ളം പറയേണ്ട കാര്യമില്ല. There is no need for the angels to tell us lies. അവർക്ക് നമ്മുടെ പണം വേണ്ട, നമ്മുടെ ജോലി വേണ്ട, നമ്മുടെ യോഗം വേണ്ട, നമ്മുടെ ഒന്നും അവർക്ക് വേണ്ട. They don't need our money. They don't need our financial situation. They don't need our church. They don't need any other things in our lives. അവർ പറയുന്നത് സത്യമാണ്. And it's the truth that they're saying. ദൈവം അതിനു വേണ്ടി അവരെ അയച്ചതാണ്. And God sent them for that. മാലാഖമാർക്ക് പോലും പറയുവാനുള്ളത് യേശു വരുമെന്നാണ്. And even for the angels, what they had to say was that Jesus will come back. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ തിയോളജിയുടെ ഹയർ ക്രിറ്റിസിസം മേഖലയിലേക്കൊക്കെ ചെല്ലുമ്പോൾ, once you go into the higher levels of theological and criticism in theology, യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള ഒരു പഠനം പോലും തന്നെ
വലിയ തിയോളജിക്കൽ സെമിനാരിയിൽ അതൊരു വിഷയമല്ല. It is not a topic of concern even in big theological centers where the study of coming of Christ is concerned. അവരുടെ പഠന വിഷയങ്ങളൊക്കെ മറ്റു പല കാര്യങ്ങളുമാണ്. Their main concern of study is many other topics. ഇങ്ങനെ ഒരു വിഷയം തന്നെ അല്ലെങ്കിൽ യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള ഒരു പഠനം, Even the study of the coming of Christ, വലിയ പല തിയോളജിക്കൽ സെമിനാരികളിൽ ഇല്ല. it is not there in most of the big theological seminaries. അതിന്റെ കാരണം അവരത് വിശ്വസിക്കുന്നില്ല. The reason being they don't believe in it. അങ്ങനെ വിശ്വസിക്കാത്തവർ ഈ വചനങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് അവർ പറയുന്ന ചില വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. And I have heard some of the words that they use which are from the Bible. രണ്ടോ മൂന്നോ പേർ കൂടി വരുന്നവരുടെ ഇടയ്ക്ക് ഞാനുണ്ട് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. And Jesus has said that if 2 or 3 gather in my name, I am there. Jesus has said that word. യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. So then Jesus is already there in our midst. പിന്നെ എന്തിനാണ് യേശു വരുന്നത്? And why should Jesus come back again? നമുക്ക് വളരെ ബുദ്ധിപരമായി തോന്നും ആ ചിന്തകൾ. We might think that is a very knowledgeable question. ഇതിനെ ഗ്രീക്ക് ഭാഷയിൽ അല്ലെങ്കിൽ മൂലഭാഷയിൽ ഈ വചനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു സാന്നിധ്യമാണ് എന്ന് ചിത്രീകരിക്കാൻ അവർ പരിശ്രമിക്കുന്നു. And they are trying to explain this particular verse using the Greek translation that it is a presence of God, of Christ over there. യഹോവ സാക്ഷികളെ പോലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് യേശു കർത്താവ് വന്നു കഴിഞ്ഞു എന്നാണ്. And people like Jehovah's Witnesses, they believe that Jesus has already come. എന്നാൽ ഈ ചിന്തകളെല്ലാം ഖണ്ഡിക്കുന്ന ഒരു വാക്യമാണ് ഈ പ്രവൃത്തികൾ 1:11. In the book of Acts chapter 1 verses 11 actually cuts across all these verses. നിങ്ങൾ യേശുവിനെ കണ്ടതുപോലെ തന്നെ, The same way that you saw Jesus, പോകുന്നവനായി കണ്ടതുപോലെ തന്നെ, the way you saw him go up, കണ്ടാലും യുഗാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ട് എന്ന് യേശു പറഞ്ഞു. Jesus said, I will be with you to the end of the ages. അതിനുശേഷമാണ് യേശു And പോകുന്നത്. after that he goes up. അപ്പോൾ യേശു ആത്മീയ സാന്നിധ്യത്തിൽ അവരോട് കൂടി ഉണ്ട്. And Jesus by his spiritual presence is there with them. അവരുടെ ഹൃദയത്തിലുണ്ട്. He is there in their hearts. പക്ഷേ യേശു ഇപ്പോൾ അക്ഷരീകമായി പോകുകയാണ്. But physically we see Jesus going up into the clouds. അങ്ങനെ പോയതുപോലെ തന്നെ കർത്താവ് അക്ഷരീകമായി വരുമെന്നാണ് ഇതിന്റെ എട്ടാമത് പറയുന്നത്. അക്ഷരീകമായി വരുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. And so he says that he will definitely come back physically. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവ് വരും. So we believe that Jesus will come. അപ്പോസ്തലന്മാർ പറഞ്ഞു നമ്മുടെ കർത്താവ് വരുമെന്ന്. And apostles said that Christ would come. ദൂതന്മാർ പറഞ്ഞു നമ്മുടെ കർത്താവ് വരുമെന്ന്. And the angels said that Christ would come. അപ്പോസ്തലന്മാരെക്കാൾ വലിയ തിയോളജിയന്മാരൊന്നും ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നില്ല. There is no great theologians than the apostles. ഇന്നലെ ജീവിച്ചിട്ടുമില്ല. Neither they haven't lived yesterday. നാളെ ജീവിക്കാൻ പോകുന്നുമില്ല. Neither will they live tomorrow. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. So we can believe കർത്താവ് വരും. that Jesus will come. ദൂതന്മാരെക്കാൾ അറിവുള്ള തിയോളജിയന്മാരാരും തന്നെ ഇന്ന് ലോകത്തിലില്ല. There is no theologians who is smarter than the angels. ദൂതന്മാർ പറഞ്ഞു കർത്താവ് വരുമെന്ന്, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. The angels said that Christ would come, that's why we can believe it. യേശു തന്നെ പറഞ്ഞ ഒരു വചനം നമുക്ക് നോക്കാം. Let's read another verse which Jesus himself said. വെളിപ്പാട് പുസ്തകം 22-ാം നാം ഇങ്ങനെ വായിക്കുന്നു. In the book of Revelation chapter 22 verses 2 he says like this. യേശു പറയുകയാണ്, Jesus says, ഇതാ ഞാൻ വേഗം വരുന്നു. here I'm coming very soon. ഓരോരുത്തനും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. I have with me the rewards to give to each person according to his works. യേശു പറഞ്ഞ ആ വാക്യത്തിന്റെ ആ മനോഹാരിത ശ്രദ്ധിക്കുക. Look at the beauty of the verse that he said like this. ഇതാ ഞാൻ വേഗം വരുന്നു. Here I'm coming very soon. ഇത് അപ്പോസ്തലന്മാർ പറയുന്ന പോലല്ല. It's not like the apostles say. ദൂതന്മാർ പറയുന്ന പോലല്ല. It's not like the way the angels say. ഇത് വരുവാൻ പോകുന്ന യേശു തന്നെ പറയുകയാണ്. It is said by the same Jesus who said he's going to come. ഇതാ ഞാൻ വേഗം വരുന്നു. Here I'm coming very soon. വേദനയിലൂടെയും Through pain, ദുഃഖങ്ങളിലൂടെയും through difficulties, പ്രയാസങ്ങളിലൂടെയും through troubles, കഷ്ടതയിലൂടെയും through pains, കടന്നു പോകുന്ന സഭയോട്, and to the church that is going through it, യോഹന്നാനോട് to John, കർത്താവ് പറയുകയാണ്, Christ is saying, ഇതാ ഞാൻ വേഗം വരുന്നു. here I'm coming very soon. ഓരോ വ്യക്തികൾക്കും For each person, അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം കൊടുപ്പാൻ according to the works in their lives, എന്റെ പക്കലുണ്ട്. I have the reward in my ഞാൻ side. വരാൻ പോകുന്നത് പ്രതിഫലം കൊടുക്കാനാണ്. I'm going to come so that I can give the rewards. യോഹന്നാന്റെ സുവിശേഷം 14:1-2 വാക്യങ്ങൾ നമ്മൾ The വായിക്കുമ്പോൾ Gospel of John chapter 14 verses 1 and 2 says, യേശു പറയുകയാണ്, Jesus says, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. let not your hearts be troubled. എന്നിൽ വിശ്വസിപ്പീൻ, Believe in me. എന്റെ പിതാവിനും Trust വിശ്വസിപ്പീൻ. also in my Father. ഞാൻ നിങ്ങൾക്കായി ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു. I'm going to prepare a place for you. ഞാൻ ഭവനം ഒരുക്കിയാൽ If I prepare a place, ഞാൻ ഇരിക്കുന്നിടത്ത് a place where I'm seated, നിങ്ങളും so ഇരിക്കേണ്ടതിന് that you also might be seated. പിന്നെയും വന്ന് So I'll come back നിങ്ങളെ and you എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. take you to be with me. എത്ര
കൃത്യമായ വചനങ്ങളാണ്. How clear and exact are the words. ഇതിനൊന്നും വ്യാഖ്യാനം ആവശ്യമില്ല. You don't need any interpretation for these words. ഈ വചനം യേശു പറയുന്നത് When Jesus says these words, ഏകദേശം സിയോൻ കുന്നിലെ മർക്കോസിന്റെ മാളിക മുറിയിൽ വെച്ചാണ്. he's saying this on the mounts of Zion, in the room of Mark. അന്ത്യത്താഴത്തോടുള്ള ബന്ധത്തിലാണ്. It is closer to the Passover. ഇതെല്ലാം കഴിഞ്ഞ് യേശു കിദ്രോൻ തോട് കടന്ന് ഒലിവുമലയുടെ കിഴക്കേ ചെരുവായിരിക്കുന്ന ആ ഗെത്സമനെ തോട്ടത്തിലേക്ക് And he പോകുകയാണ്. crosses the Kidron Valley and then moves on to the place of Gethsemane. അവിടെ വെച്ച് കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് കർത്താവിന് അറിയാം. And we know that Jesus knows that he's going to be arrested over കർത്താവ് there. അതെല്ലാം വളരെ വ്യക്തമായി ശിഷ്യന്മാരോട് പറഞ്ഞതിന് ശേഷമാണ് അവിടേക്ക് And പോകുന്നത്. after telling all these things very clearly to the disciples, he's going to that place. അടുത്ത ദിവസം യേശു ക്രൂശിക്കപ്പെടുമെന്ന് യേശുവിന് അറിയാം. And next, Jesus knew that next day he's going to be അപ്പോൾ crucified. ഇത് ശിഷ്യന്മാർ കാണുമ്പോൾ And when disciples are seeing this, യേശു അറസ്റ്റ് ചെയ്യപ്പെടുന്നതും Jesus being arrested യേശുവിന്റെ മുഖത്ത് രോമങ്ങൾ പറിച്ചെടുക്കുന്നത് കാണപ്പെടുമ്പോൾ, and seeing that he's being skinned from his face, താൻ ക്രൂശിക്കപ്പെടുന്നത് കാണുമ്പോൾ, seeing that he's being crucified, താൻ മരിക്കുന്നത് കാണുമ്പോൾ, seeing that he's dying, ഈ ശിഷ്യന്മാരുടെ മനോമുഖരത്തിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? what was the response in their hearts of the disciples? ഞങ്ങളുടെ കർത്താവ് മരിച്ചല്ലോ, Our Lord died. ഞങ്ങളുടെ കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. Our Lord is arrested. ഇതാണ് അവരുടെ മനസ്സിൽ വരാൻ പോകുന്നത്. This is going to come into their hearts. അത് മനസ്സിലാക്കിയ യേശു, Now, knowing this, Jesus, അത് നിങ്ങൾ മാനുഷികമായി കാണുന്ന കാര്യമാണ്. you are seeing that with your own physical eyes. പക്ഷേ നിങ്ങൾ കാണാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. Actually, something which you don't see with your eyes. ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ പോകുന്ന വഴിയാണത്. It is a way through which I'm going to prepare a place for ആ you. ക്രൂശും ആ മരണവും എന്റെ ജീവിതത്തിന്റെ അന്ത്യമല്ല. That cross and that is not the end of my life. ഞാൻ ഒരു ഭവനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ I'm പോകുകയാണ്. going to prepare a place for you. ഞാൻ ഭവനം ഒരുക്കിയാൽ If I prepare the place, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് so that you also might be seated. പിന്നെയും വരും. I will come back again. അതുകൊണ്ട് ഞാൻ ക്രൂശിക്കപ്പെടുമ്പോൾ, So when I'm being crucified, ഞാൻ മരിക്കുമ്പോൾ when I'm dying, എന്റെ ജീവിതത്തിന്റെ അന്ത്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. don't think it is the end of my life. എന്റെ ജീവിതം പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ Don't ചിന്തിക്കരുത്. think my life has come to a failure. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വഴി മാത്രം. Concerning me, it is just only a way. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിന്റെ ഒരുക്കം മാത്രം. Concerning you, it is a preparation of a home. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മടങ്ങി വരവിന്റെ ഒരുക്കം മാത്രം. For me, it is a preparation for the coming അത് back. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നോടുകൂടി ഇരിക്കുവാൻ ഉള്ള അവസരം മാത്രം. Concerning me, it is a preparation for the എത്ര ആഴമായ ചിന്തകൾ. അക്കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. യേശുവിന്റെ മരണം തന്റെ ജീവിതത്തിന്റെ അന്ത്യമായിരുന്നില്ല. Death of Christ is not the end of his life. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Lift your hands and praise the Lord. ഒന്നുകൂടെ Once again, കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. clap your hands and magnify the Lord. ശക്തമായിട്ട് ക്രൂശിക്കപ്പെട്ട യേശു ഒരു പരാജയമായിരുന്നില്ല, അതൊരു വിജയമായിരുന്നു. കരമടിച്ച് ശക്തമായി യേശുവിന്റെ മരണം ഒരു പരാജയമായിരുന്നില്ല, അതൊരു വിജയമായിരുന്നു. കരമടിച്ച് Clap your hands. അത് നമ്മുടെ പാപമോചനത്തിനായിരുന്നു, Of our sins, അത് നമ്മുടെ രോഗസൗഖ്യത്തിനായിരുന്നു, healing of our sicknesses, അത് നമുക്ക് വേണ്ടി ഒരു വീടുണ്ടാകേണ്ടതിന് വേണ്ടിയായിരുന്നു, we have home in heaven. അത് യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിനായിരുന്നു. Christ will go to the heavens. അവൻ മടങ്ങി വരിക തന്നെ ചെയ്യും. And he will definitely come back. എത്ര മനോഹരമായ. How beautiful is that? ഈ വചനത്തിന് ഒരു സെമിറ്റിക് കൾച്ചറുമായി, യഹൂദ കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത കൂടിയുണ്ട്. There is another Jewish the thought concerning the Jewish culture in this verse. ആ കാലങ്ങളില് അനവധി പാരമ്പര്യങ്ങൾ യഹൂദ മതത്തിലേക്ക് ഇഴഞ്ഞു വന്നിരുന്നു. And there are so many rituals that came into the Jewish culture. BC 400 മുതൽ ഏകദേശം 400 വർഷം പ്രവാചകന്മാർ യഹൂദന്മാർക്ക് ഇല്ലാതിരുന്ന ഒരു കാലമാണ്. There was a time when there was no prophets from BC 400 onwards. യോഹന്നാനാണ് പിന്നെ ദൈവത്തിന്റെ ഒരു പ്രവാചകനായി 400 വർഷത്തിന് ശേഷം വരുന്നത്. And it was after that John the Baptist came as the prophet of God after 400 years. മലാക്കി മുതൽ യോഹന്നാൻ വരെ. From Malachi to John the Baptist. ഈ കാലഘട്ടത്തിൽ അനേക ചിന്തകൾ, അനേക കാര്യങ്ങൾ യഹൂദ മതത്തിലേക്ക് കയറി. So during this period, so many other rituals came into the Jewish culture. അതൊക്കെ യേശു തന്റെ ഉപമകളിൽ ഹിന്റ് ചെയ്യുന്നു. And Jesus is hinting all these things through his parables. വേദപുസ്തകത്തിലെ യേശുവിന്റെ ഉപമകളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഈ തൽമൂദുകളിലും ഇവരുടെ ട്രഡീഷനിലും ഒക്കെ എഴുതിയിരിക്കുന്ന ചിന്തകൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ വചനം നമുക്ക് ശരിക്കും മനസ്സിലാകുകയുള്ളൂ. So if you really want to understand the word of God and the parables that Christ is saying, then definitely you will have to go through the Talmud and all those the historical events of Jewish culture. Then you would understand more very well the parables that Christ was explaining. നമ്മൾ ഇവിടെ വായിക്കുന്നത് എൻ്റെ യോഹന്നാൻ സുവിശേഷം 14 എൻ്റെ പിതാവിന് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. And it says in the book of John chapter 14, there are so many places prepared for you, and if it is not there, definitely I would have told you. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ പോകും. But I am going to prepare a place for you. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന അപ്പനും മകനും തമ്മിൽ എന്തോ പ്രശ്നമാണ്. When we hear this, you might feel that there is a problem between the father and son. ഇത്രയും വലിയ വീടുണ്ടെങ്കിൽ പിന്നെ എന്താ, അപ്പം
നമ്മുടെ ചില പിള്ളേർ പറയുന്ന പോലെ Like അപ്പൻ ഒത്തിരി വീടുണ്ടെങ്കിലും അവിടുന്ന് കേട്ടില്ല, നീ പേടിക്കണം, ഞാൻ നിനക്ക് വേണ്ടി ഒരു വീട് ഉണ്ടാക്കി തരാം. Like many of our kids say, even if my father has got so many homes and houses, if they don't accept you over there, definitely I'll build one for you. അവൻ പിതാവിന് ഇത്രയും വീടുണ്ടെങ്കിൽ പുത്രൻ എന്തിനാണ് ഒരു പ്രത്യേക വീട് ഈ കാന്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്? Why shouldn't if the father has got so many homes, why should the son prepare another home for his bride? അത് യഹൂദന്മാരുടെ ഒരു കൾച്ചറുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ ഈ വാക്യം നമുക്ക് വളരെ മനോഹരമായി മനസ്സിലാക്കാം. And if you understand this thing with respect to the Jewish culture, you'll understand this verse very well. ഒരു യഹൂദ യുവാവ് Concerning a Jewish bridegroom, വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ, വിവാഹ നിശ്ചയം തന്നെ വളരെ രസകരമാണ്. even the wedding decision itself is a funny thing. അന്ന് വലിയ വർത്താനമൊന്നുമില്ല. നമ്മൾ പണ്ടൊക്കെ വിളിച്ചിട്ട് മറിയാമ്മയെ പേരെന്താന്ന് ചോദിക്കുന്ന പോലെ പരിപാടിയൊന്നുമില്ല. There is no question like Mariam, what is your name and things like that. ഈ വിളിച്ച പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ അയാളുടെ കയ്യിൽ വീഞ്ഞ് കാണും. വീഞ്ഞ് If they like the girl, definitely the boy has a wine in his hand. അത് കൊടുക്കും. And he will give it to the girl. എന്റെ കാര്യം എനിക്ക് ഇഷ്ടമാണ് നിന്നെ കല്യാണം കഴിക്കാൻ. The reason being, the boy is saying, I like you, so that I'm ready to marry you. പക്ഷെ പെണ്ണിനും കൂടെ ഇഷ്ടപ്പെടണം. But the thing is that the girl also should like it, right? അവള് മേടിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കുടിച്ചാൽ, If she receives a cup of wine from the boy and drinks it in front of everyone else, എനിക്ക് ഇഷ്ടമാണ്. it means that I also പക്ഷെ like അത് you. ഇഷ്ടമെന്ന് മാത്രമല്ല, അതൊരു കവനന്റ് ആണ്. And it's not just the I like you factor; it is also a covenant between them. അത് അവരുടെ വിവാഹ നിശ്ചയം. It is the agreement of their marriage. യേശു പുതിയ നിയമത്തിന്റെ നിയമം ഉണ്ടാക്കുമ്പോൾ തന്റെ രക്തം അവിടെ വീഞ്ഞാണ് ഉപയോഗിക്കുന്നത്. Even when Jesus is making the new covenant, he is pouring his blood over there, the wine over there. അത് നമ്മുടെ കേരളത്തിൽ ചിലര് ഈ വീഞ്ഞ് നിരോധിക്കണമെന്ന് പറഞ്ഞ ആ കള്ളുകുടിയല്ല. That is not the stopping of drunkards or selling of drugs. ഇതങ്ങനെ കള്ളുകുടിച്ച് പൂസാകാനുള്ള വീഞ്ഞൊന്നുമല്ല. This is not a wine to be out of control. അതിനൊക്കെ വേറെ അർത്ഥങ്ങൾ. Right, there are so many different meanings. ആർക്കും മനസ്സിലാക്കണ കുറെ വിവരമൊക്കെ ഉണ്ടാകും. So to understand that, you need common sense. ഇങ്ങനെ അത് അവരുടെ വിവാഹ നിശ്ചയമാണ്. വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ വിവാഹം പോലെ തന്നെയാണ്. The agreement for a marriage is like it's like a marriage itself. പിന്നെ ഭാര്യയായിട്ട് തന്നെയാണ് കാണുന്നത്, ഭർത്താവായിട്ടാണ് കാണുന്നത്. And then they see each other as a husband and wife. പക്ഷേ വിവാഹം നടക്കുന്നത് രാത്രിയിലെ. And usually the marriage happens at night. അപ്പൊ ഈ നമുക്ക് നോർത്തിലൊക്കെ ആ ടൈപ്പ് കാണാനൊക്കെ വലിയ രാജകുമാരനായിട്ടാണ് അങ്ങോട്ട് വരുന്നത്. If you go to northern parts of India, you will definitely see that the boy is being carried as a king on a horse. ഒരു രാജ്ഞിയായിട്ട് ചിലപ്പോൾ എടുത്തോണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. They will carry the queen and bring the girl as she's a queen and things like that. വിളക്കെല്ലാം കത്തിച്ചിരിക്കും. There will be all lamps lit. വലിയ കാഹളധ്വനിയൊക്കെ ഉണ്ടാകും. And there will be loud trumpet blast. അപ്പൊ ഈ വിവാഹ നിശ്ചയവും വിവാഹത്തിനും തമ്മിലുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വീട് പണിയുടെ സമയം. And the difference between the time of the engagement and the real marriage is a time frame for the building of the house. അപ്പൻ എത്ര വീടുണ്ടെങ്കിലും, How many other houses the father has, ഈ കല്യാണം കഴിച്ച പെണ്ണിനെ അപ്പന്റെ വീട്ടിലോട്ട് ആദ്യം കൊണ്ടുപോകാൻ പാടില്ല. the boy cannot take his newlywed bride to the father's house, even if the father has so many houses. വേറൊരു വീട്ടിലും കൊണ്ടുപോകാൻ പാടില്ല. And the boy cannot take a girl to any of the other houses. അവൻ പണിത വീട്ടിൽ കൊണ്ടുപോകണം. And he has to make sure that he takes his newlywed wife to his own home that he has built, അത് ചെറുതാണേലും വലുതാണേലും. whether it is small or big. അതിനുശേഷം പിന്നെ അപ്പന്റെ വീട്ടിലോ അമ്മയുടെ വീട്ടിലോ ഒക്കെ പോകാം. After that, he can go and stay in your father's house or mother's house. അതവരുടെ നിയമമാണ്. That is the rule. അങ്ങനെ ഈ പയ്യന് രാജകുമാരനെ പോലെ അങ്ങോട്ട് വരുന്നു. And so that the boy comes as a king on a horse. ഇതൊക്കെ അറിയിക്കരുതെന്നാ പറഞ്ഞത്. പക്ഷെ അവർക്കൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. രാത്രിയിലായിരിക്കും, ആ സമയത്ത് മണവാട്ടിയും ഇറങ്ങി വരും. And it is told that you should not tell, it should be a secret, but there is definitely an understanding that they will come at night. അപ്പന്റെ വീട്ടിൽ നിന്ന് മകനും, from the father's house the boy, അപ്പന്റെ വീട്ടിൽ നിന്ന് മകളും, and from the father's house the girl. ഒരു പ്രത്യേക സ്ഥലത്ത് വന്നിട്ട് പോകും. They will come and meet at a special point. അവിടെ വെച്ച് ഈ മണവാളൻ ഈ മണവാട്ടിയെ സ്വീകരിച്ചിട്ട് At that place, the boy would receive the girl, അയാൾ പണിത വീട്ടിലേക്ക് കൊണ്ടുപോകും. and he'll take the girl to his home that he has ഇത് built. മനസ്സിലാകുന്നവരോടാണ് കർത്താവ് പറഞ്ഞത്, To those who understand this particular scene, എന്റെ പിതാവിന് അനേക വാസസ്ഥലങ്ങളുണ്ട്. to them Christ is saying that my father has got so many homes, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. or else if I would have definitely told you. പക്ഷെ ഞാനൊരു ഭവനം നിങ്ങൾക്ക് ഒരുക്കാൻ But പോകുകയാണ്. I am going to prepare a place for you. ഞാൻ ഭവനം ഒരുക്കിയാൽ, But if I prepare the place, ഞാൻ ഇരിക്കുന്നിടത്ത് wherever I am sitting, നിങ്ങളും ഇരിക്കേണ്ടതിന് so that you also might be seated in the same ഇനിയും place, വന്ന് ചേർത്തുകൊള്ളും. I will definitely come back and take you back again. നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയത് ഒരു വീടൊരുക്കാനാണ്. So our Christ went up to the heavens so that he can prepare a place for us. കൊരിന്ത ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. In the book of in the word we read like this, he has prepared you as a single virgin for one Christ. നിങ്ങൾ കർത്താവിനോട് അല്ലെങ്കിൽ ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. You have been engaged to one man itself. സാത്താൻ ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ
ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് പറയുക. Paul says, just as Eve was deceived by Satan, in the same way I'm scared that your hearts also might be deceived away from the love of Christ. എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടാലും വിവാഹം നടക്കണമെന്നില്ല. Just because you have made a covenant to be married to a particular person, that does not mean you will get married to that person. ആ വിവാഹ ദിവസം വരെയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട യുവതി കാത്തിരിക്കണം. Till the person is married, the girl is married off, she has to wait for the boy to come back. ദൈവം ഇറങ്ങി വന്നപ്പോൾ ഹവ്വായും ആദാവും ഓടിപ്പോയതുപോലെ സാത്താനാൽ വഞ്ചിക്കപ്പെട്ട് കർത്താവ് വരുമ്പോൾ നിങ്ങളും ഓടിപ്പോകുമോ എന്നാണ് പൗലോസിന്റെ ഭയം. Paul is fearing that just as God came down into the Garden of Eden and he saw Adam and Eve running away, he is fearful that when Christ comes, the children of God will be running away. സാത്താൻ വലിയ ഉപായിയാണ്. We know that Satan is a great deceiver. അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം യേശുവിന്റെ മണവാട്ടിയായിട്ട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഞാനും നിങ്ങളും ആ വിവാഹവേദിയിൽ എത്തരുത് എന്നുള്ളത് മാത്രമാണ് അവന്റെ ആഗ്രഹം. His biggest concern is that you and I, who have been promised to be his own brides, and that we should not reach our final destination, which is Christ. ഈ പ്രസംഗിക്കുന്ന ഞാനും വിശ്വസിക്കുന്ന നിങ്ങളും എല്ലാം കർത്താവുമായിട്ടൊരു വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. Now I who is preaching and you who are listening, we are all engaged. We are already in an engagement with Christ. നമ്മുടെ വിവാഹം ഇതുവരെയും നടന്നിട്ടില്ല. Our marriage hasn't happened yet. അത് കർത്താവിന്റെ വരവിലാണ് സംഭവിക്കാൻ പോകുന്നത്. That will only happen in the second coming of Christ. അത് സ്വർഗ്ഗത്തിലാണ് സംഭവിക്കാൻ പോകുന്നത്. That will happen in the heavens. അത് പിതാവായ ദൈവത്തിന്റെ മുൻപിലാണ് സംഭവിക്കാൻ പോകുന്നത്. That will happen before God the Father. കോടാനുകോടി ദൂതന്മാരുടെ മുൻപിലാണ് സംഭവിക്കാൻ പോകുന്നത്. Yes, it will be before the witness of thousands of angels. ആ മണവാട്ടി അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ നമ്മുടെ വീടാകുന്ന ഈ ഭൂമിയിൽ നിന്ന് നാം ഈ ആകാശത്തിലേക്ക് കയറി പോകും. Just as the bride would come out from a home to a particular place, we would go from here on into the heavens. മണവാളൻ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ കർത്താവ് സ്വർഗ്ഗത്തിൽ നമ്മളെ സ്വീകരിക്കാനായിട്ട് ഇറങ്ങി വരും. And just as the bridegroom would come from his father's house, Christ would come from his father's place into the heavens. എന്നിട്ട് നമ്മളെ സ്വീകരിച്ച് പിതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. He would take us from mid-air and he would take us into the father's home. അവിടെയാണ് വിവാഹം നടക്കുന്നത്. Because over there the marriage happens. പക്ഷേ അത് സംഭവിക്കാതിരിക്കാൻ സാത്താൻ ജാഗരൂഢനായി പ്രവർത്തിക്കുകയാണ്. For that not to happen, Satan is working his best so that we might be lost. അവന്റെ ഏറ്റവും വലിയ ടാർഗറ്റ് നീ കർത്താവിനെ വിശ്വസിച്ചാലും ഒരുങ്ങിയാലും എല്ലാം ശരി, ആ വിവാഹം നടക്കരുത്. His biggest target is whether you believe or not. He is not concerned about that, but his main concern is that marriage should not happen with you. അവൻ ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളെയും ചതിക്കുമോ എന്ന് പൗലോസ് ഭയപ്പെടുകയാണ്. Paul was fearing that just as the devil deceived Eve, he is scared that Satan might deceive the church. വലിയ തന്ത്രശാലിയാണ് സാത്താൻ. Satan is a great schemer. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈ വലിയ രണ്ട് കൊമ്പും ഒരു വാലും പിന്നെ 2-3 പല്ലും ഒരു നാക്കും വലിയൊരു കറുത്ത സത്വമായിട്ട് ഇങ്ങനെ വന്ന് പേടിപ്പിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. Many times we feel that Satan is a person who comes with 2 horns and 1 tail and 2-3 tooth in his mouth, and he definitely come in black doesn't make us scared. സാത്താൻ ഫുൾ സൂട്ടിൽ ഇപ്പോൾ ഈ ഓസ്ട്രേലിയ വന്നിട്ട് അവനെ കാണുന്നതിന് $1000 വെച്ചാലും ടിക്കറ്റ് കിട്ടുകയില്ല. അതുപോലെ ഇവിടെ ആൾ കൂടും. അത്ര സ്മാർട്ടാണ്, അത്ര സുന്ദരനാണ്. If he comes to Australia with a full suit, and if he comes and if you place amount of $1,000, still he is so beautiful that you won't get a seat to see him. അവന്റെ ഒരു പാട്ട് കച്ചേരി വെച്ചാൽ If you give us one of his song meetings, യേശുദാസിന് പോലും ഒരു ടിക്കറ്റ് കിട്ടുക. not even Yeshua would get one ticket. കാരണം അത്ര വലിയ പാട്ടുകാരനാണ്. Because he is such a very good singer. ഒരു ജോസ്കോയുടെയും അഡ്വർടൈസ്മെന്റ് വേണ്ട, അവൻ അത്രമാത്രം കളർഫുള്ളാണ്, ആഭരണങ്ങളാണ് നിറയപ്പെടുന്നത്. Because he doesn't need any Josco's advertisement, he is so beautiful. പക്ഷേ അവൻ ജനങ്ങളെ വഞ്ചിക്കുന്നതെല്ലാം തന്ത്രങ്ങളിലൂടെ. But the way he deceives the children of God is through schemes. മൊബൈൽ ഫോൺ ഉള്ളതൊക്കെ ഓഫാക്കിയത് അത്ര സമയത്ത്. If you have your mobile phones, please turn it off. നമ്മൾ പണ്ടത്തെ കഥകളൊക്കെയാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. We have all these old ritual stories in our hearts. സാത്താനെ നമ്മൾ കൂടെ ഇരിക്കുന്ന സാത്താനെ ഭയപ്പെടാതെ പുറത്ത് നിൽക്കുന്ന സാത്താനെ ഭയപ്പെട്ടുകൊണ്ട് ഉറങ്ങാതെ കിടക്കുക. Many times we are not scared of the Satan that who is sitting with us, but we are scared of the Satan who is staying outside the house, and we don't sleep. ആഴച്ചോട്ടിലും below the trees. കോഴിയുടെ തലയും മുട്ടയ്ക്കകത്തും തലകിനകത്തും ഒക്കെ വരുന്ന സാത്താനെയാണ് കൂടുതൽ ഇന്ത്യക്കാർക്ക് പേടി. We Indians are much more scared about the Satan that comes to the rituals that's caused by sorceries. നമ്മൾ കേട്ടിട്ടുണ്ട് കഥ ഒരു മുല്ലപ്പൂവിന്റെ മണം. We know that smell of jasmine tree, of a jasmine flower. ഒരു നിലാവെളിച്ചമുള്ള ഒരു രാത്രി, in a moonlight night,
സുന്ദരിയായ ഒരു സ്ത്രീ നടന്നു വരുന്നു. A beautiful woman is walking towards us, തലമുടി അങ്ങ് താഴെ വരെ കണങ്കാല് വരെ. and the hair is as long as till her legs. നോക്കിപ്പോ You will definitely look at it. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ And while you're still staring at the sea, സൈഡിൽ കൂടെ രണ്ട് പല്ല് നീണ്ടു വരുന്നു. and from two sides you could see two teeth coming out. മുഖഭാവം മാറുന്നു. The facial expression changes, നാക്കിലൂടെ രക്തം ഒഴുകുന്നു. and from the tongue the blood is coming out ഇവന്റെ തലമുടി കുത്തെ പിടിക്കുന്നു. and catching up by his neck, പറന്ന കരിമ്പനയുടെ മുകളിൽ പോകുന്നു. and takes him up into the sky, എന്നിട്ട് അവനെ ഐസ്ക്രീം തിന്നുന്ന പോലെ ചക്കുന്നു. and he's being licked as if he's being licked as an ice cream, അവന്റെ വാരിയെല്ലാം താഴെ കിണിയും കിണിയും പറഞ്ഞ് താഴെ വീഴുന്നു. and all his ribs are being falling down one after the other. ഇതൊക്കെയാണ് നമ്മൾ സാത്താനെ കുറിച്ച് കേട്ടിരിക്കുന്നത്. This is what we have heard about Satan. നല്ല പ്രിയപ്പെട്ടവർ, No, dear children of God, കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും, from the love of God, കർത്താവിന്റെ വഴികളിൽ നിന്നും, from the ways of the Lord, കർത്താവിന്റെ മാർഗത്തിൽ നിന്നും from the way of the Lord, ഏത് നിലയിൽ നമ്മളെ മാറ്റാൻ കഴിയും, from whichever way he can distract us, അതിനവൻ ഒരുങ്ങിയിരിക്കുകയാണ്. and he is already prepared for that. ഈ ഏദൻ തോട്ടത്തിൽ സാത്താൻ വന്ന ആ തന്ത്രം എത്ര രസകരമാണ്. How funny is the scheme that Satan brought in the Garden of Eden. അവൻ തെരഞ്ഞെടുത്ത ടൈം എത്ര അത്ഭുതകരമാണ്. How wonderful is the time that he chose. അവന്റെ ആ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you listened to his conversation? സാത്താന്റെ തന്ത്രം, ഹൗവായെ സാത്താൻ തന്ത്രത്തിലൂടെ ഉപായത്തിൽ ചതിച്ചു എന്നാണല്ലോ പൗലോസ് പറയുന്നത്. As Paul says, Satan deceived Eve through scheming or deceiving. അവൻ എന്താണ് അവിടെ ഉപായം ഉപയോഗിച്ചത്? What was the deceit that he used over there? ഒരു ദിവസം സാത്താൻ ഏദൻ തോട്ടത്തിൽ വരുന്നു. One day Satan comes to the Garden of Eden ഹൗവായെ കണ്ട് ചിരിക്കുന്നു. and smiles at Eve. സിസ്റ്ററെ, ഭയങ്കര തിരക്കായിരുന്നു, എനിക്കൊന്ന് വന്ന് കാണാൻ സമയം കിട്ടിയില്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്നും ഇവിടെ വന്ന് താമസം തുടങ്ങിയെന്നൊക്കെ അറിഞ്ഞ് എനിക്ക് സമയമായിപ്പോയി. ഇപ്പോഴാ വരാൻ, ക്ഷമിക്കണം കേട്ടോ. Sister, I'm extremely sorry. I know you guys got married and I was very, very busy. I could not make it up, and I was only that I got to meet. അവനല്ല മാര്യ Adam and Eve got married. I could not come and meet you. So that was only then that I got to come up and meet you. അപ്പൊ അവയ്ക്കൊരു സംശയം, ഇത് ഇനി അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട വല്ലതും ആയിരിക്കും, നമുക്ക് പേര് ചോദിക്കാനൊക്കെ ഉള്ളൂ, അങ്ങനെ നിൽക്കുക. And so Hawa is much more trouble because she doesn't know if this person is from husband's family, so she's confused. അപ്പം അത് കഴിഞ്ഞ് അപ്പം അവ ഇങ്ങനെ നിൽക്കുകയാണ്, ഇത് ആരാണെന്ന് അറിയാൻ നിൽക്കുക. So Hawa is mesmerized as to who is this person. എന്നിട്ട് ചോദിച്ചു, സിസ്റ്ററിനൊരു ക്ഷീണം തോന്നുന്നു. And he says, what happened, sister? You look tired. അങ്ങനെ ക്ഷീണം Oh, I'm not. കണ്ണിന് പ്രശ്നം. What is the problem? Do you have a problem with your eyes? കണ്ണിന് പ്രശ്നമാണ്. Yeah, you have a problem. ആഹാരമൊക്കെ കഴിക്കണം. You have to eat food well. പഴവർഗ്ഗമാണ് ഏറ്റവും നല്ലത്. The best thing is the fruits. ആണുങ്ങൾ എവിടെയെങ്കിലും പോയി കഴിക്കും. The boys will definitely go somewhere and eat. നിങ്ങൾ വീട്ടിലല്ലേ എപ്പോഴും? But you is always at home. വെറുതെ കാര്യമല്ല, Not happening in birth. തോട്ടത്തിലെ I'm കാര്യമാണ്. talking about what happens in Garden of Eden. അതുകൊണ്ട് ഇവിടെ ആപ്പിളുണ്ട്, Here there are apples. എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട്. You have all the fruits over here. അതൊക്കെ കഴിക്കണം. You got to eat all of them. കണ്ണിന് പ്രശ്നമാണ്. And or you'll have problems with your eyes. പക്ഷേ സിസ്റ്ററിനെല്ലാം മരത്തിലും കയറാൻ ഒക്കെയാണ്. But sister, you cannot climb every tree. ഇന്നത്തെ പെണ്ണുങ്ങളെ പോലെ അന്നത്തെ പെണ്ണുങ്ങൾ മരത്തെ കയറിയ Like today's girls, those days they don't used to climb on trees. എല്ലാം മരത്തിലും കയറാൻ ഒക്കെയല്ലോ. You can't climb on trees. എല്ലാ വിറ്റാമിനും ഉള്ള കണ്ണ് തുറക്കുന്ന, ബുദ്ധി തുറക്കുന്ന, ബ്രെയിൻ എല്ലാം അതെന്നാ ഒരു പഴമുണ്ട്. There is one fruit which will open your eyes, will open your mind, will open your heart, everything. It is one beautiful one. അത് കഴിച്ചാൽ But if you have the one with all the vitamins, കണ്ണ് തുറക്കും, പിന്നെ കണ്ണാടി വെക്കേണ്ടി വരികയില്ല. your eyes will open, then you don't have to keep your glasses. മെമ്മറി, ബ്രഹ്മിയൊന്നും കഴിക്കണം, പിന്നെ ബ്രെയിനൊക്കെ You don't have to eat brahmi, you will have wonderful brain. അത് മാത്രമല്ല ദൈവത്തെ പോലെ ആകും. And then not only that, you will become like God. ആത്മീയ കാര്യത്തിലൊന്നും ചെറുതൊന്നും ആകുകയില്ല. You won't be small in spiritual things. അത് ദൈവമാകുക. You will be like God itself. എന്നാ വേണം? And what else you want? ഭർത്താവ് പോലും ഇതുപോലെ ചോദിച്ചിട്ടില്ല, ക്ഷീണമാണ്. Even the husband hasn't asked to the wife, you look tired, honey. അങ്ങനെയാണല്ലോ ചില സഹോദരന്മാര് സ്വന്തം ഭാര്യയൊക്കെ നടുവേദന ഇതുവരെയും ചോദിച്ചിട്ടില്ല, എന്നാലും ചിലരോടൊക്കെ ചോദിക്കുന്നത് ഭയങ്കര ഇതൊക്കെയാ അവന്റെ ഉപായമാണെന്നുള്ള കാര്യം പറഞ്ഞത്. Some of the husbands haven't even spoken to their wife to see if she has got a back pain, but you will see how beautifully they speak to somebody else's wife about your back pain. ഹൗവ കഴിച്ചു. But whatever it might be, she ate the fruit. അതുവരെ ഒന്നിച്ചാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. Till then they used to eat together. ഇപ്പം തിരക്കല്ലേ? Now they are busy, right? അപ്പം ഹൗവ കഴിച്ചു. Now Eve ate. കഴിച്ചതിന്റെ ബാക്കി ഭർത്താവിനും കൊടുത്തു. The remaining of what she ate, she gave to the husband also. എന്ത് സംഭവിച്ചു? Then what happened? ഒരു പഴം തിന്ന കാര്യമുള്ളൂ. It is just eating of a fruit. അവൻ പറഞ്ഞു, അച്ഛാ അത് എന്തോ പോകുന്നുണ്ടല്ലോ അങ്ങോട്ട്. I can see something going on.
നിന്റെ തുണിയാ പോകുന്നത്, your dress is going away. Your dress, അച്ഛന്റെ തുണി പോകുന്നുണ്ട്. I can see your dress also walking away. പഴം തിന്നപ്പോഴേ അവിടെ സംഭവം നടന്നു. When he ate the fruit itself, nothing happened over there. നമ്മള് സമ്മറിലാണെങ്കിലും വിന്ററിലാണെങ്കിലും പഴം എത്രമാത്രം കഴിച്ചെന്ന് വസ്ത്രം കാണുമ്പോൾ അറിയാം. Whether it is summer or winter, you will know how much of fruit you have eaten. കേട്ടോ, അത് ആദ്യം നടന്ന പരിപാടിയല്ല. ഇതൊന്നും ഈ പുതിയ കാര്യങ്ങളൊന്നും അല്ല. None of these things are new things. വളരെ ഓൾഡൻ കാര്യങ്ങളാണ്. ഇന്നത്തെ സിവിലൈസ് വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ജംഗിളിലൊക്കെ കാണുന്ന കാര്യങ്ങളാണ്. All these things which you say as civilized world, it is all things happening in the same jungle itself. നമ്മുടെ കേരളത്തിലെ അങ്ങ് വനത്തിനുള്ളിൽ താമസിക്കുന്നവർ ഒരു വസ്ത്രം ധരിക്കാറില്ല. But those people who are living in the jungles of Kerala, they don't wear any dresses. കുറെ കൂടെ അടുത്ത് താമസിക്കുന്നവർ ഷോർട്ട് ചെറിയ വസ്ത്രം. Those who are living closer to the edge of the jungle, they wear smaller ones. പുതിയതൊന്നും നിങ്ങൾ ഓർക്കരുത് കേട്ടോ. Don't think any of these things are new. ഇതെല്ലാം പഴയ കാര്യങ്ങൾ മാത്രം. All these things are old. അപ്പോൾ വസ്ത്രത്തിന്റെ പുറകെ ഇവർ രണ്ടുപേരും ഓടി. And these people ran after the dress which is running before them. പക്ഷെ കിട്ടിയില്ല. But they didn't get it. അവൻ പറഞ്ഞു, അച്ഛൻ ഭാരപ്പെടുകയൊന്നും വേണ്ട. And the wife tells her husband, don't worry, dear beloved husband. എനിക്ക് തൈലൊന്നും അറിയത്തില്ലെങ്കിലും Although I don't know sewing, തൽക്കാലത്തേക്ക് നമുക്കൊരു പരിപാടി ചെയ്യാം. I know temporary. നല്ല വീതിയുള്ള അത്തിയില കൊണ്ട് 2 നൈറ്റി ഉണ്ടാക്കി. With a big fig leaves, I will definitely prepare your dress. ഒന്ന് അച്ചായനം കൊടുത്തു, പുള്ളിക്കാരി. She took one and she gave her husband also. പക്ഷേ സൂര്യൻ ഉദിച്ചപ്പോൾ But when the sun rose, it went. ഉണങ്ങിപ്പോയി. It dried out. പക്ഷേ അവർക്ക് വേറൊരു മാന്യത ഉണ്ടായിരുന്നു. But they had another honor. ഇത് ഉണങ്ങിപ്പോകാൻ നിൽക്കാതെയും ഉണങ്ങിപ്പോയിട്ടും ലജ്ജ കൂടാതെ നിൽക്കാതെയും ഓടിപ്പോയി മറയാനുള്ളൊരു മാന്യത അവർക്കുണ്ടായിരുന്നു. ഇന്ന് അതും ഇല്ല. They had an honor where when they knew that their fig tree, their dress had actually dried out, they actually had the common sense to run and hide themselves from behind a tree. But now they don't have that also. അങ്ങനെ അവർ ഒളിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നത്. And when they were hiding like that, we see God coming. തലേ ദിവസം വരെ കർത്താവ് വരുമ്പോൾ ഓടി ചെല്ലുന്ന ഈ രണ്ടുപേരും. Till the previous day when God comes, they used to run to God. അപ്പന്റെ കൈ പിടിച്ച് നടന്ന മക്കളെ പോലെ നടന്നവരാണ് അവർ. As children who catch the father's hand, they used to walk. പക്ഷേ ഇപ്പോൾ കർത്താവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവർ ഓടിപ്പോയി. But now when they hear the father's voice, they are running away. ഈ ചിന്തയിൽ നിന്നാണ് പൗലോസ് ഈ കാര്യം പറയുന്നത്. And it is from this thought that Paul is explaining this verse. സാത്താൻ ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ, Just as Satan deceived Eve through scheming and deceit. നിങ്ങൾക്കും അങ്ങനെ സംഭവിക്കും. യേശു വരുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ സംഭവിക്കുമോ? When Christ comes, such a thing will happen to you. Would such a thing happen വെളിപ്പാട് to you? 16 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. Book of Revelation chapter അത് 16 യേശു says like തന്നെ this. പറയുകയാണ്, And Jesus himself says, ഞാൻ കള്ളനെ പോലെ വരും. I will come as a thief. അന്ന് നിന്റെ ലജ്ജ കാണാതിരിപ്പാൻ വസ്ത്രം സൂക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. You are blessed if you keep your dress and so that you might not be found naked. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ ലവോദിക്യ സഭയെ കുറിച്ച് പറയുന്നത് വസ്ത്രമില്ലാത്തൊരു സഭയായിട്ടാണ്. And in the book of Revelation chapter 3, and it says of the church of Laodicea that it is a church that does not have dresses. ഇതൊക്കെ ആഴമായി നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. These are things that are supposed to learn in depth. ജീവിതത്തിൽ കർത്താവിന്റെ കൽപ്പനകൾ ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ ലംഘിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ദൈവം നൽകിയ വസ്ത്രമാണ്. Whether it is a big or small command, when you are breaking the command of God, what you are losing is the trust that God has given you in your life. കള്ളം പറയാൻ നമ്മൾ തയ്യാറാകുമ്പോൾ When you നമ്മുടെ വസ്ത്രത്തിൽ നമ്മൾ അഴുക്കുണ്ടാക്കുകയാണ്. when you are getting ready to tell a lie, you are actually putting the dirt into your dress. മദ്യപാനത്തിലേക്കും വ്യഭിചാരത്തിലേക്കും ഒക്കെ നീങ്ങുമ്പോൾ ദൈവം നമുക്ക് നൽകിയ വസ്ത്രം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. When you are going into adultery and drunkenness, definitely you are losing your dress. അഹങ്കാരത്തിലേക്കും നിഗളത്തിലേക്കും നാം അധപ്പതിക്കുമ്പോൾ നാം നഗ്നരായി മാറുകയാണ്. When you go into proud and boastfulness, definitely you are becoming naked. അതൊക്കെ സാത്താന്റെ തന്ത്രങ്ങളാണ്. And all those are schemes of Satan. ഇതൊക്കെ നമ്മുടെ കൂടെയുള്ള ചരക്കുകളാണ്. All these things are happening around us also. പക്ഷേ കർത്താവിന്റെ വരവിൽ ഇതൊക്കെ തള്ളപ്പെടുവാൻ കാരണമായി തീരുമെന്ന് ഒരു ബോധം നമുക്ക് എപ്പോഴും ഭരിക്കണം. But then we need to have a conscience and a reminder in our hearts that say, by all these things we can be lost in the second coming of Christ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Let not your hearts be troubled. എന്നിൽ വിശ്വസിക്കുക. Believe, trust in me. എന്റെ പിതാവിലും Trust also വിശ്വസിക്കുക. in the Father. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ I'm പോകുന്നു. going to prepare a place for you. ഞാൻ ഭവനമൊരുക്കിയ And if I have prepared a place ഞാൻ ഇരിക്കുന്നിടത്ത് where I'm sitting, നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്നെ അടുക്കൽ ചേർക്കും. you also make a seated, so I'll come back again. യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തുപോയി എന്ന് ഇന്ന് ലോക സംഭവങ്ങളെല്ലാം നമ്മളെ വിളിച്ചു പറയുന്നു. All the worldly events tell us that the coming of Christ is very soon. പാസ്റ്റർ ജെയിംസ് ഓർപ്പിച്ചതുപോലെ കണ്ണു തുറന്ന് നോക്കുന്നവർക്ക് യേശു കർത്താവിന്റെ വരവ് വളരെ സമീപിച്ചു എന്ന് മനസ്സിലാക്കി. Those who open their eyes and look, as Pastor James said, those who look around, they know that the coming of Christ is very soon. അത് ആകാശത്തിലേക്ക് നോക്കിയാലും ഭൂമിയിലേക്ക് നോക്കിയാലും കടലിലേക്ക് നോക്കിയാലും ഭരണതലത്തിലേക്ക് നോക്കിയാലും
സഭകളിലേക്ക് നോക്കിയാലും യേശുവിന്റെ വരവിന്റെ ആ മുഴക്കം നമുക്ക് കേൾക്കാം. If you look into the churches or into the political environment or any of those surrounding things, definitely you will see the coming of Christ very soon. യേശുക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങൾ ലോകം മുഴുവൻ നമ്മൾ കാണുകയാണ്. There are signs all across the world of the coming of Christ. യേശുവിന്റെ വരവുമായി ബന്ധപ്പെട്ട് യേശു പറഞ്ഞ ഒരു വചനം ശ്രദ്ധിക്കുക. Listen to one verse which Christ says about the coming of Christ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-13 വാക്യങ്ങൾ. The book of Matthew chapter 24 verses 12 and 13. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. Because of wickedness is increasing, love of many would grow cold. യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപായിട്ട് അധർമ്മം വർദ്ധിക്കണം. And before the coming of Christ, the wickedness should grow drastically. സ്നേഹം തണുക്കണം. And the love should grow cold. ഒരു മനുഷ്യന് For one man, എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നും വഴക്കായിരുന്നു. one man was used to constantly fight, saying that a quarrel, saying that his wife doesn't love him. എന്നാൽ ഒരിക്കലും ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞു. But once he heard his message, അയാൾക്ക് സന്തോഷമായി. he was very happy. കാരണം എന്റെ കർത്താവിന്റെ വരവ് അടുത്തല്ലോ. Because my coming of Christ is very soon. കാരണം ഇവിടെ സ്നേഹം എന്ത് ചെയ്യും? Over here, what happens? അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്ത് നോക്കി. Shake your hand with the person sitting beside you. ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നു. Don't you feel something cold over there? പണ്ടിങ്ങനെ വല്ല ആണോ കൈ കൊടുക്കാൻ? Earlier on, was it like this? You used to shake your hands. എന്തൊരു സ്നേഹമല്ലേ? How much of love we had. ഒരിക്കല് എനിക്ക് കാനഡയിലും അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും യോഗത്തിന് വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ ഉണ്ടായി. One day I had an invitation for meetings in the Gulf countries and Canada and US. ആ സമയത്ത് സൗദി അറേബ്യയിൽ നിന്നും എനിക്ക് ഇൻവിറ്റേഷൻ At ഉണ്ടായി. the same time, I got an invitation from the land of Saudi Arabia. എങ്ങോട്ടിപ്പോൾ പോകണമെന്നറിയാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ഒരാള് ഗുറേദ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. And when I was praying about which place to go, I was so much concerned. I was praying. One person whom I was praying for, he got arrested in a place in Saudi Arabia. ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വരവിന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. So we were also praying for his arrival as a pastor. മുണ്ടിപ്പള്ളിക്കാരനാണ്. ഐരാണിത്തറ കുഞ്ഞുമോൻ എന്ന് ഞങ്ങൾ വിളിക്കും. ഇപ്പോൾ അദ്ദേഹം ദുബൈയിലുണ്ട്. His name is Kunjuman and he used to stay in Mundapalli and he is now staying in Dubai. അപ്പോൾ ഇദ്ദേഹം 2 വർഷത്തിന് ശേഷം ഭാര്യയും കുഞ്ഞുങ്ങളെയും കാണാനായിട്ട് വന്ന ആ തലേ രാത്രിയിൽ ഒരു പ്രാർത്ഥന നടത്തി. അത് പോലീസ് റെയ്ഡ് ചെയ്തു, അറസ്റ്റ് ചെയ്തു. ആ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നവരെല്ലാം ജയിലിലാണ്. And just before the day he was coming back to India for his vacation to see his wife and kids, just before the night the meeting, the police raided the place and everyone who was there in the meeting got arrested. എനിക്ക് ആ മെസ്സേജ് കിട്ടി. And I got a message. ഞാൻ എളുപ്പം തന്നെ ആ വീട്ടിൽ പ്രാർത്ഥന ക്രമീകരിച്ചു. And I immediately prepared a prayer in that house in Kerala. അവരെ ധൈര്യപ്പെടുത്തി. I strengthened them. പക്ഷെ എന്റെ വിഷയം അതല്ല. എനിക്കിപ്പോൾ അവിടെ പോകാൻ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുകയാണ്. And I got an invitation to go to the same place, and that is my concern. അപ്പോൾ എന്റെ തെരഞ്ഞെടുപ്പിനെ എനിക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട്, ഞാൻ എന്നെ തന്നെ പഠിക്കാനായിട്ട് ഇതൊരു അവസരമായി കണ്ടു. I saw that as an opportunity to see myself, to see the choice that I'm going to make in my life. അമേരിക്കയിലും കാനഡയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും എനിക്ക് പ്രശ്നങ്ങളില്ല. In America, Canada, and in other Gulf countries, I don't have problems. ഇവിടെ സുവിശേഷം നിരോധിക്കപ്പെട്ട സ്ഥലമാണ്. And in this place, the gospel is banned. എന്റെ വിശ്വാസി ജയിലിൽ കിടക്കുന്നു. And my believer is in the jail. അവിടെ തന്നെ പോകാൻ തീരുമാനിച്ചു. So I decided to go over there itself. അങ്ങനെ ഞാൻ അവിടെ എത്തി. And I went there. ഈ പറഞ്ഞ സ്ഥലത്ത്. And I went to the same place. രാത്രി 1 മണിക്ക് at night 1 o'clock ഒരു കർത്തൃമേശയിൽ with the Lord's table. ഒരു സ്നാന ശുശ്രൂഷയിൽ ഞാൻ നടന്നു. And I did a baptism also. അപ്പോഴത്തെ ഇവര് ഈ കുഞ്ഞുമോൻ ഉൾപ്പെടെ ആൾക്കാർ പുറത്തു വന്നിരുന്നു. And by then this brother Kunjuman and other people had already come. അവരുമായി യോഗത്തിനുണ്ടായിരുന്നു. And they were also in the meeting. എന്റെ പ്രിയപ്പെട്ടവരെ, Dear brothers, ആ രാത്രി that night ഈ അവിടെ കൂടിയ കുറെ സഹോദരങ്ങൾ those brothers were gathered over there. സ്നേഹചുംബനം തന്നതാ. When they gave the brotherly kiss, ഒരാള് സ്നേഹചുംബനം കഴിഞ്ഞിട്ട് എല്ലാവരും കഴിഞ്ഞ് പിന്നെ അടുത്ത ആള് വരിക. after the whole round has gone through, again they are coming back. ആ ക്രിസ്ത്യ സ്നേഹത്തിന്റെ ഊഷ്മളത, the speciality of the love in Christ, ആ ക്രിസ്ത്യ സ്നേഹത്തിന്റെ ചൂട്, the warmness in the love of Christ, ഞാൻ അനുഭവിക്കുകയാണ് അവിടെ നിന്നോണ്ട്. I'm experiencing it. ഞങ്ങളുടെ ഈ കഷ്ടതയിൽ ഒരു ദൈവദാസൻ ഞങ്ങളുടെ മധ്യത്തിൽ വന്നു. In our difficulty, a pastor has come over there. നമുക്ക് പെർത്തില് ആ സ്നേഹമില്ല. In birth we don't have that love. ആ സ്നേഹം തണുത്തുപോയി. Because it has grown cold. ഇത് സാത്താന്റെ ഒരു തന്ത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കണം.
You should understand this is a scheme of Satan. ഇത് കർത്താവിന്റെ വരവിൽ നമ്മൾ തള്ളപ്പെടുവാനുള്ള അവന്റെ ഒരു അടവായിട്ട് നമ്മൾ മനസ്സിലാക്കണം. Understand that this is a scheme so that you might not be lost in the coming of യേശുവിന്റെ Christ. വരവെടുക്കും തോറും ശത്രുക്കളെ സ്നേഹിക്കാനും ക്ഷമിക്കാനും നമ്മൾ പഠിക്കണം. When the coming of Christ is more closer, you should learn more to love and forgive your enemies. നമ്മളിലുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. We should be prepared to increase our love for Christ. ഇല്ലെങ്കിൽ സ്നേഹം തണുത്തുപോയാൽ കർത്താവിന്റെ വരവിൽ തള്ളപ്പെട്ടു If your പോകും. love grows cold, definitely you will be lost in the coming of Christ. ഇതൊരു ഭയങ്കരമാണ് ഇപ്പോൾ ഇറാഖിൽ നടക്കുന്നത്. See how bad it is, what things are happening bad എത്ര in Iraq. വേദനാജനകമായ കാര്യമാണ് ഇപ്പോൾ സിറിയയിൽ See നടക്കുന്നത്. how painful things are happening in Syria. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ All നടക്കുന്നത്. those things that I used to hear in earlier days, it's happening now. ക്രൈസ്തവ സഹോദരങ്ങളുടെ തലകൾ വെട്ടിയിട്ട് The Christian brothers, their heads are being beheaded. ആ തലകളെല്ലാം ഗേറ്റുകളിലെ കമ്പികളിൽ കൊണ്ടുപോയി കുത്തി നാട്ടി വെച്ചിട്ട് And they hang up on the gates. അതിന്റെ മുൻപിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെയാണ് നമുക്കിന്ന് ഇറാഖിലും സിറിയയിലും ഒക്കെ കാണാൻ കഴിയുന്നത്. And you find people standing before the beheaded heads in front of the gates and they taking selfies. എത്രയോ നീചമായ നിലകളിലുള്ള കൊലപാതകങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഴുത്തുകൾ അറുക്കുന്ന രംഗങ്ങൾ ഇന്ന് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ കാണാൻ കഴിയും. How bad scenes of beheading of kids and their heads being seen in the Middle East. മലേഷ്യൻ പ്ലെയിനുകൾ 2 പോയത് എത്ര എണ്ണവുമായിട്ടാണ്. The 2 Malaysian planes, how many souls has it gone down? കൊല്ലപ്പെട്ടവരൊക്കെ നിരപരാധികളല്ലേ? All those who were killed were all innocent. ഈ ശത്രുക്കൾക്ക് കൊന്നവർക്ക് ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? Does the enemy have anything to do with the people who are already killed? വേൾഡ് ട്രേഡ്സിൽ ഉണ്ടായിരുന്നവര് മരിച്ചു വീണത് സത്യത്തിൽ ഈ ശത്രുക്കളും അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണോ? The people who are killed in the World Trade Center, were they enemies of any of these people who are doing these acts? ഒരു രാജ്യത്തോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ ഒരു മതത്തോടോ ഉള്ള വൈരാഗ്യത്തിൽ കൊല്ലുന്നത് അവരെയല്ല. ഒബാമയോടുള്ള വൈരാഗ്യത്തിൽ കൊല്ലുന്നത് ഒബാമയല്ല, നിരപരാധികളായ അമേരിക്കക്കാരെയാണ്. Just because they have got the vengeance against certain other people or against Obama, they're killing all the innocent people around them. ഈ അടുത്ത സമയത്ത് 2 പത്രപ്രവർത്തകരെ കഴുത്തറുത്ത് കൊന്നത് അവരോടുള്ള വൈരാഗ്യം കൊണ്ടാണോ? Is it their anger against the 2 the journalists, the reporters? Was it anger against them that they beheaded them? അമേരിക്കയോടുള്ള വൈരാഗ്യമാണ്. It is an anger against America. പണ്ട് അങ്ങനല്ലായിരുന്നു. Earlier on, it was not like that. ഒരാളോട് വൈരാഗ്യമുണ്ടെങ്കിൽ ആളിനെ കൊല്ലുന്നു. If you have an anger against somebody else, you kill that person. ഇന്ന് അങ്ങനല്ല. Now today, it's not like that. രാജ്യത്തോട് വൈരാഗ്യമുണ്ടെങ്കിൽ If you have an anger towards a country, നിരപരാധികളായ കുഞ്ഞുങ്ങളെ, kill the innocent children, നിരപരാധികളായ സ്ത്രീകളെ, kill the innocent ladies, അറിയപ്പെടാത്ത നിഷ്കളങ്കരായ മനുഷ്യരെ, and the innocent people, വളരെ ഭീകരമായി തകർക്കുകയാണ്. and destroy them much in a ഇത് much bad കാണുമ്പോൾ way. ഹൃദയത്തിൽ ആഴമേറിയ വേദനയാണുള്ളത്. So it is a deep pain when you see this. എന്നാൽ ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം. Children of God, understand one thing. ഇത് യേശു നേരത്തെ പറഞ്ഞ കാര്യമാണ്. This is something which Christ said very early ഇത് on. കർത്താവിന്റെ വരവിന്റെ അടയാളമാണ്. These are signs of the coming of Christ. ഇത് കാണുമ്പോഴെങ്കിലും ദൈവമക്കൾ ഉണർന്നിരിക്കണം. Seeing at this, the children of God should എന്റെ be shocked. കർത്താവ് വരാറായി. My God is going to come soon. എന്റെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് 2000 years back, my Lord, പറഞ്ഞ കാര്യങ്ങളുടെ പ്രവചനങ്ങൾ ഞാൻ എന്റെ കണ്ണിൽ all the കാണുകയാണ്. prophetic words that He said is being fulfilled in my നീ eyes. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ അതും ഇതും കണ്ടിട്ട് പറഞ്ഞു വിടരുത്. തണുപ്പുള്ള ഒരു കാലമായിരുന്നു ഹൈറേഞ്ചിൽ. നിങ്ങളുടെ എക്സ്ട്രീം തണുപ്പല്ല, ഇപ്പോഴത്തെ ഇതുപോലെ ആയിരുന്നു ഞങ്ങളുടെ ബാല്യകാലം. The climate that we have currently today and today, the same sort of weather we had in the high regions when they were small kids. രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞ ആശുപത്രികളില്ല. There are no hospitals without for medicines. നല്ല സ്കൂളുകളില്ല. There are no schools. യാത്രാ സൗകര്യങ്ങളില്ല. No modes of transportation. കാട്ടാനകളുള്ള കാലം. Wild elephants. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയത് ഞങ്ങളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിന്നിരുന്നു. Our minds are always filled with the ways that our parents struggled for us and to bring us up. അന്ന് വയറ് നിറച്ച് കഴിക്കാൻ ഭക്ഷണമില്ല. At that time, we didn't have much food to eat to fill our stomach. ഈ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഈ ഭക്ഷണം ഉണ്ടാക്കി അമ്മയ്ക്കായിരിക്കും അവസാനം ഭക്ഷണമില്ലാതിരിക്കും. And the mother who was prepared the food with much difficulty, most of the time she would not have food to fill her stomach. എനിക്കൊരു അഴുക്ക് സ്വഭാവം ഉണ്ടായിരുന്നു. And I had a very bad habit. അമ്മ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, അത് അമ്മയെ ഭയങ്കര വേദനിപ്പിക്കുമെന്ന് അറിയാം. And I know that my mother would be definitely sad if I don't eat the thing, because if I don't like something I wouldn't eat it. പക്ഷെ അമ്മ ഉറങ്ങുകയില്ല. And my mother would not sleep. പിന്നെ അടുത്ത് വരും, മോനെ എഴുന്നേൽക്കടാ. And she'll come back to me and say, son, get up. And I'm extremely hungry. തിരിഞ്ഞു കിടക്കും. And I'll turn on the other side. അമ്മ പിന്നെയും And again the mother would come. ഭക്ഷണം കഴിപ്പിച്ച് She would definitely make me eat. അമ്മ കിടക്കൂ. And then only she would sleep. അങ്ങനെയൊക്കെയുള്ള അമ്മമാരുണ്ടോ? Do we have mothers like that now? ഉണ്ടോ ഭക്ഷണങ്ങൾക്ക്? ഉണ്ടായിരിക്കും അല്ലേ? അമ്മയെ പറ്റി നമ്മുടെ പഴയ പറ ഇതൊക്കെ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയാത്ത പോലെ
ഈ അമ്മയെന്നുള്ളത് മനസ്സിലാകാത്തൊരു കാലത്തേക്ക് പോയി. Just like the way we knew as mothers, and that is not there in our current generation. ഞാൻ സുവിശേഷ വേലയ്ക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങിയ ഒരു സമയം അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ വീട് വിട്ടു പോവുകയാണ്. And when I got out for the complete work of God completely, and my mother knew that that I'm going out of the house. എന്റെ അമ്മ വന്ന് ഒരു കുഞ്ഞ് കരയുന്ന പോലെ കരയുക. And my mother comes before me and she's crying out like as if a small baby. മക്കളെ നീ എന്നെ വിട്ടു പോവുകയാണോ? Son, you are leaving me and going. അപ്പൊ അമ്മയുടെ ചിന്ത ഇങ്ങനെ സുവിശേഷത്തിന് പോയ പിന്നെ അമ്മയുടെ ചിന്ത എന്റെ അമ്മയുടെ ചിന്ത വളരെ രസകരം. ആരൊക്കെ പറഞ്ഞു നിങ്ങളുടെ മകൻ ഇങ്ങനെ വീട് വിട്ടു പോയാൽ പിന്നെ മാതാമ്മയെ കല്യാണം കഴിക്കും പിന്നെ തിരിച്ചു വരാനൊക്കെ എന്നൊക്കെ പറഞ്ഞ് എന്റെ അമ്മയെ പേടിപ്പിച്ചു വെച്ചിരിക്കുക. Somebody actually told my mother saying that if your son goes to the work of God, and definitely he'll go somewhere and get married to someone in one of the white ladies. പിന്നെ കിട്ടുകയല്ല മകനെ. And you will not get them back. അപ്പൊ അമ്മ പേടിച്ചിരിക്കുകയാണ് ഈ മകൻ പോകുന്നുള്ളത്. So my mother was concerned that I might lose my son. എന്റെ അമ്മയ്ക്ക് വിദേശമല്ലായിരുന്നു, മകനായിരുന്നു വലുത്. My mother was concerned not about a foreign land but my son. എന്റെ അമ്മ കരഞ്ഞു നിന്നപ്പോൾ ഞാനും തീരുമാനിച്ചു ഈ സുവിശേഷ വേലയ്ക്ക് പോകുന്നില്ല. സുവിശേഷ വേലയും വീട്ടിൽ താമസിച്ചുകൊണ്ട് അതിന് ചുറ്റും അതിനപ്പുറം പോകുന്നില്ല. And seeing my mother crying before me, I decided, okay, I'll do the work of God, but definitely not. I'll not go very far away, but I'll stay at home and do the work of around the same place. അമ്മയെ വിട്ടിട്ട് വേണ്ട. I don't want to leave my mother and do this. അമ്മയും വേണോ യേശുവും വേണോ സുവിശേഷം വേണം. I need God, I need my mother and the gospel. അത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. So it is definitely difficult. അവസാനം ഞാൻ അങ്ങനെ തീരുമാനിക്കുമ്പോൾ ദൈവം എനിക്കൊരു ദർശനം നൽകി. And when I was making a decision in my heart, God is giving me a vision. അത് യേശുവിന്റെ ക്രൂശീകരണം. It is a crucifixion of Christ Jesus. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, And I told my mom, ഞാൻ അമ്മയെ എന്നും സ്നേഹിക്കും. I will definitely love you, mom. നേരത്തെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കും. I would love you more than I loved you earlier on. പക്ഷേ യേശുവിനെ കൂടുതൽ സ്നേഹിക്കും. But I will definitely love my Jesus more than that. അമ്മ രണ്ടാമത്. My mom is second. അങ്ങനെ ഞാൻ ഇറങ്ങി എന്റെ വീട്ടിൽ നിന്ന്. And I was walking away out of the house saying that. എന്റെ വൈഫോട് ഉണ്ട് കല്യാണം കഴിച്ചപ്പോഴും ഞങ്ങൾക്കൊരു എഗ്രിമെന്റ് ഉണ്ട്. When he and his wife got married, they had an agreement. ഒന്ന് യേശു, first God, രണ്ടമ്മ, then mother. തിയോളജിക്കലി തെറ്റാണ്, നിങ്ങൾ ആരും ചെയ്തേക്കരുത്. Theologically this is wrong. You should not be doing it. രണ്ടമ്മ, second mother, മൂന്ന് ഭാര്യ, and third wife. ഇതാണ് സ്നേഹത്തിന്റെ ഓർഡർ. This is the order of love. എന്റെ അമ്മയെ എനിക്ക് സ്നേഹിക്കാൻ കഴിയും. I love my mom. എന്നോട് ഒരിക്കൽ ദൈവാത്മാ പറഞ്ഞു, എന്നോട് ദൈവാത്മാ പറഞ്ഞു, നിന്റെ അടുത്ത് നിന്റെ അമ്മയുള്ളപ്പോൾ മാത്രമേ മരിക്കൂ. Your mom will only pass away when you are close with her. എന്റെ അനിയൻ എന്റെ അമ്മയെ വിട്ടുതരികയല്ല, സ്നേഹം കൊണ്ട്. My brother would not leave the mother to me because of love. അവൻ ഒരു ദിവസം വീട്ടിലില്ലാത്ത സമയം നോക്കി ഞാൻ അവിടെ പോയി. And I went to the house when at the time when my brother was not there at home. എന്റെ അമ്മയെ മോഷ്ടിച്ചു കൊണ്ടുവരുന്നത് പോലെ ഞാൻ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് എന്റെ കൂടെ താമസിച്ചു. As if I'm stealing my mom, I kidnapped my mom from my brother's house and I brought her to my house. കാരണം അവൻ വിട്ടുതരികയല്ല. Because he would not let my mom come to my house. എന്നാൽ ഞാൻ ഒരു സ്ഥലത്ത് ഒരു വികസിത രാജ്യത്തിൽ ഒരു കാര്യം കണ്ടു. And I saw a weird thing in a foreign place. 5 മക്കൾ, 5 kids. എഴുതിയിട്ടിരിക്കുക ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ഇന്നാല്. From this day to this day, for this many number of days, this son. ഒരൊറ്റ ദിവസം താമസിച്ചാൽ വഴക്കാണ്. If you stay one day extra, then you're fighting. അങ്ങനെ ദൈവാത്മാവിനോട് പറഞ്ഞ പോലെ തന്നെ എൻ്റെ അമ്മ ഞങ്ങളോടൊപ്പമായിരിക്കും മരിക്കുന്നു. And as the Holy Spirit told us, my mother passed away while we were there with her. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനിക്കുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന. You feel so much of pain when the person who loves you most passes away. പക്ഷേ എനിക്ക് അന്ന് കോഴഞ്ചേരി IPCയുടെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ ഉണ്ട്. And that day I have a convention in Koranjeri IPC. തലേ ദിവസവും ഞാൻ അവിടെ പ്രസംഗിച്ചതാണ്. The previous day also I preached over there. ഞാൻ വീട്ടിൽ വന്നു, മുണ്ടിയപ്പള്ളിയിൽ വന്നു, അമ്മയുമായിട്ട് സംസാരിച്ചു, അമ്മ യോഗത്തെ കുറിച്ചൊക്കെ ചോദിച്ചു. I came home and my mom asked me about the meeting and all those things. പക്ഷേ ഞായറാഴ്ച അടുത്ത ദിവസം അമ്മ മരിക്കുക. And the next day Sunday my mom is passing away. അന്ന് രാത്രിയിൽ എനിക്ക് ആ കൺവെൻഷൻ പ്രസംഗിക്കണം. യോഗത്തിന്റെ അവസാന ദിവസമാണ്. And it is the final day of the convention. I had to be preaching over there. യോഗത്തിന്റെ സംഘാടകരിൽ ചിലരുമാണ് ഞങ്ങളുടെ ചർച്ചിലുണ്ട്. And some of the coordinators of the meeting are in our church also. അവരെളുപ്പം തന്നെ പോയി, കാരണം യോഗത്തിന്റെ അവസാന ദിവസമാണ്. അന്ന് ഒരു പ്രാസംഗിനെ അവർക്ക് ആവശ്യമാണ്. അവരെ പാസ്റ്റർ ബി മോനച്ചനെ, എൻ്റെ സ്നേഹിതനാണ് അദ്ദേഹം, അദ്ദേഹത്തെ അവിടെ പ്രസംഗിക്കാനായിട്ട് വിളിക്കാനായിട്ട് സംഘാടകർ പോയി. The coordinators went to arrange Pastor B. Monichan to replace him. പക്ഷെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്. There is one word I told my mom. അമ്മയെ, ഞാൻ അമ്മയെ സ്നേഹിക്കും,
Mom, I definitely love you, പക്ഷേ യേശുവിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുകയില്ല. but I would not love you like the way I love my Jesus. ഇതെന്റെ ലാസ്റ്റ് ടെസ്റ്റ് ആണെന്ന് എനിക്കറിയാം. I know this is my last test. ഞാൻ പറയുന്ന വാക്കിന് ദൈവം നൽകിയ ടെസ്റ്റ്. This is a word. This is a test which God gave me for my words. What would I do now? ഞാൻ എൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി തിരുവല്ല മെഡിക്കൽ മിഷനിലെ മോർച്ചറിയിൽ കൊണ്ടുപോയി. I took the dead body to the mortuary, നേരെ ആ യോഗസ്ഥലത്തേക്ക്. and I went directly to the prayer meeting or to the convention, അന്ന് 2 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു. and I preached for 2 hours, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. and I prayed for the sick. ഈ അമ്മയെ ഞാൻ സ്നേഹിച്ചു, യേശുവിനെ സ്നേഹിച്ചു. I loved my mom and the Lord. സ്നേഹം ഏതെല്ലാം നിലകളിൽ കുറഞ്ഞു. കർത്താവിനോടുള്ള സ്നേഹം, In which all level has our love for the Lord has gone down. മാതാപിതാക്കളോടുള്ള സ്നേഹം, Our love towards the parents, മക്കളോടുള്ള towards സ്നേഹം, the kids, സഭയോടുള്ള towards സ്നേഹം, the church. ഇതൊക്കെ അപകടമാണ്. All these are dangerous. കർത്താവിന്റെ വരവിൽ തള്ളപ്പെടുവാനുള്ള സാത്താന്റെ തന്ത്രങ്ങൾ. All these are schemes so that you might be lost in the coming of Christ. ഈ അധർമ്മം വരികയും Because the wickedness is increasing സ്നേഹം തണുക്കുകയും ചെയ്യുമ്പോൾ യേശു വരും. and love is growing cold, Christ will come. അധർമ്മത്തിൽ കിടക്കുന്നവരും സ്നേഹത്തിൽ തണുത്ത് കിടക്കുന്നവരും കർത്താവിന്റെ വരവിൽ പോവുകയില്ല. Those who are living in wickedness and those who are living in the cold love, definitely they will not be going in coming of Christ. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, മക്കൾ കർത്താവിനോട് സഭയോട് തമ്മിൽ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് ചിന്തിച്ചു So കൊള്ളണം. definitely think how you are loving your church, your family members and your parents. ലൂക്കോസിന്റെ സുവിശേഷം 21:9 കർത്താവ് മറ്റൊരു കാര്യം പറയുന്നു. There is another thing that is being said by Christ Jesus in the book of Luke chapter 21 verses 9. നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ എത്തിപ്പോകരുത്. Don't be troubled when you hear about wars. യേശുവിന്റെ വരവിന്റെ മുൻപായിട്ട് നടക്കേണ്ട സംഭവങ്ങളാണ് യുദ്ധങ്ങളും കലഹങ്ങളും. Before the coming of Christ, wars and commotions should happen. യുദ്ധങ്ങളുടെ ചരിത്രങ്ങൾ പണ്ടേ നമുക്കറിയാം. We know the history of wars. It has been happening so long. യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ലോകം മുഴുവൻ കാണുന്നത്. The whole world is being prepared for wars. നിങ്ങൾ വാസ്തവത്തിൽ ഭാഗ്യമുള്ളവരാണ്. But you are actually fortunate. ഓസ്ട്രേലിയക്ക് വലിയ യുദ്ധങ്ങളൊന്നും. There's not much big wars for land of കാരണം Australia. ഇതൊരു കോണ്ടിനെന്റ് ആണ്. Because it is a continent. ഇവിടുന്ന് യുദ്ധത്തിന് വേണ്ടി മറ്റ് അലയൻസിന് വേണ്ടി പട്ടാളക്കാരെ അയക്കുന്നതേ ഉള്ളൂ. They are just sending people for war with other alliances. ഒത്തിരി യുദ്ധങ്ങൾ കാണാത്തൊരു രാജ്യമാണ് ഓസ്ട്രേലിയ. Australia is a land that has not seen much wars. നിങ്ങൾ നല്ലൊരു സ്ഥലത്താണ് You വന്നിരിക്കുന്നത്. have come to a good place. എന്നാൽ കാശ്മീരിന്റെ മേഖലകളിൽ, If you go to Kashmir, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ മേഖലകളിൽ, in the land of Middle East, അത് മറ്റു പല രാജ്യങ്ങളുമായിട്ട് ചൈനയുമായിട്ടും മറ്റു ബോർഡറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ യുക്രൈന്റെ മേഖലകളിൽ, പഴയ സോവിയറ്റ് യൂണിയന്റെ മേഖലകളിൽ ഒക്കെ ജീവിക്കുന്നവർ അനുഭവിക്കുന്ന വേദനകൾ എത്ര വലുതാണ്. how big are the pains of the people who are living in the areas of Ukraine and the old USSR? എല്ലാ രാജ്യങ്ങളും യുദ്ധത്തിന് വേണ്ടിയല്ലേ കൂടുതൽ പണം ചെലവഴിക്കുന്നത്? Isn't it all countries are spending much more money for preparations of war and weapons? നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ആഭ്യന്തരമന്ത്രി, ഒരു മന്ത്രിയായിരുന്നല്ലോ കേന്ദ്ര തലത്തിൽ മിസ്റ്റർ ആന്റണി നമുക്കുണ്ടായിരുന്നു. Wasn't Mr. Anthony one of the ministers in the Indian cabinet? അദ്ദേഹം അനേക കാര്യങ്ങൾ പട്ടാളക്കാർക്ക് വേണ്ടി ചെയ്യുകയുണ്ടായി. He's been doing so much of things for the എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത്. every country is doing the same എല്ലാം thing. യുദ്ധത്തിന് വേണ്ടിയല്ലേ? Everything for war, യുദ്ധങ്ങൾ, for the wars, അത് നമ്മളിപ്പോൾ കാണുകയാണ്. and we're seeing it now. എത്ര വർഷങ്ങളായിട്ട് അത് കാണുന്നു. For how many years have we been seeing ഇപ്പോൾ it? ഇസ്രായേൽ യുദ്ധങ്ങൾ ഇപ്പോഴൊന്ന് ശാന്തമായി നിൽക്കുകയാണ്. Now the wars with Israel is just cooled down. ഞാൻ പറയട്ടെ, ഇതൊക്കെ വെറും ശാന്തത മാത്രമാണ്. These are just calm situations. അത് ഇതിനേക്കാൾ വലിയ യുദ്ധങ്ങളിലേക്ക് ഇനി നീങ്ങും. Now it's going to be now it will go into bigger wars from now യേശു on. പറഞ്ഞു കലഹങ്ങൾ ഉണ്ടാകും. And Christ said commotion should happen. എന്താണ് ഇറാഖിൽ നടക്കുന്ന സുന്നികളും ഷിയാകളും തമ്മിലുള്ളത്? What is the fight between the Sunnis and Shias in Iraq? ഒരേ മതത്തിലുള്ളവർ തമ്മിൽ കലഹിക്കുകയല്ലേ? People in the same religion are having commotion against each other. എന്താണ് കേരളത്തിലെ പാത്രിയർക്കീസുകാരും ബാബാ കക്ഷിക്കാരും മെത്രാൻ കക്ഷിക്കാരും ചെയ്യുന്നത്? What is happening in Kerala in the different churches? ഒരേ മതവിശ്വാസികൾ തമ്മിൽ അടിക്കുകയല്ലേ? People of the same belief, they are fighting against each other. എന്താണ് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഇടയിൽ നടക്കുന്നത്? What is happening among the Hindus in India? നായരും ഈഴവനും ഒന്നും അടുക്കാതെ തമ്മിൽ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒക്കെ കലഹിക്കുന്നത് നമ്മൾ കാണാറില്ലേ? You know the people are being fighting against each other in Kerala. അവരുടെ കാര്യം പോട്ടെ, Forget about them. നമ്മുടെ അടുത്തോട്ട് വാ. Come to us. പെന്തക്കോസ്തുകാരെ നോക്ക്. Look at the Pentecostals. IPC, ചർച്ചക്കോട്, ഷാരോൻ, അസംബ്ലിക്കോട് എല്ലാം ഇങ്ങനെ പിടിച്ചു നിൽക്കുകയല്ലേ? Everyone is holding on to IPC, Church of God, Sharon, and all those things. തമ്മിൽ കലഹങ്ങളുടെ രംഗങ്ങൾ എല്ലായിടത്തും കാണാം. With against each other, there is so much of commotion. എല്ലാ മേഖലകളിലും In കാണാം. every realm of life, we find that. ചില കുടുംബങ്ങളിൽ നോക്കിയാൽ Look into some families.
ബന്ധുക്കൾ ചാർച്ചക്കാർ തമ്മിൽ വർത്താനം പറഞ്ഞിട്ട് തന്നെ ഭയങ്കര ദിവസമായി. There are many years people have not even spoken to each other in the families itself. ആകപ്പാടെ ഫോൺ വിളിക്കുന്നത് തന്നെ അമ്മാച്ചനെതിരായിട്ടും അളിയനെതിരായിട്ടും പറയാൻ വേണ്ടിയാണ്. And usually they may make a phone call to talk about gossip about the nephew or the uncle. എവിടെയും ആ കലഹങ്ങൾ കാണുകയാണ്. Wherever you go, you see the commotion. ഇത് കാണുമ്പോൾ ദൈവമക്കൾ ഓർത്തുകൊള്ളണം, യേശു വരാറായി. You see that, know that coming of Christ is very soon. ആ കലഹത്തിന്റെ ആത്മാവ് എന്നിൽ ഉണ്ടാകരുത്. That spirit of commotion should not be there in my heart. ഞാൻ 40 വർഷമായി സുവിശേഷ വേലയിലായി. I've been in gospel work for 40 years. ഷാരോൺ ഫെലോഷിപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. And I'm standing in Sharon Fellowship. ഭാഗ്യവശാൽ ഷാരോന്റെ ബ്ലഡ് എന്നിലില്ല. By God's grace, I don't have the blood of Sharon, spirit of Sharon in my blood. പെന്തക്കോസിന്റെ ബ്ലഡും ഇല്ല. I don't have the spirit of Pentecost also in me. ആകപ്പാടെയുള്ള എന്റെ ബ്ലഡും പിന്നെ യേശുവിന്റെ ബ്ലഡുമാണ്. There is only 2 types of blood in me, that is my blood and the blood of Jesus. എനിക്ക് ആ വലിയ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടില്ല. I have never felt any differences. ആര് വിളിച്ചാലും പോകും. Whoever calls me, പിന്നെ പോകുന്നിടത്ത് അവർക്ക് ഇഷ്ടമുള്ള പ്രസംഗമൊന്നും നടത്തുകയല്ല, വചനം പറഞ്ഞു കൊടുക്കാൻ തുറന്നു പറയും. Now, if they call me, definitely I'll preach a message that I know I will not compromise on any of the കാരണം doctrines. എനിക്കറിയാം, Because I know ഈ സ്പിരിറ്റ്, the spirit, ഈ കലഹമുണ്ടാക്കുന്ന സ്പിരിറ്റ്, the spirit of commotion, കർത്താവ് വരുമ്പോൾ when Christ comes, ഹുക്കിട്ട് പിടിക്കുന്ന പോലെ താഴോട്ട് കൊണ്ടുപോകും. you will be as if you've been caught with the hook, you will definitely go down. അതുള്ളിൽ വരാൻ പാടില്ല. That should not come into your heart. കലഹങ്ങളും യുദ്ധങ്ങളും എല്ലാം കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങളാണ്. നാം അതിന്റെ അടയാളങ്ങളാകരുത്. നാം കർത്താവിന്റെ മണവാട്ടിയായിരിക്കണം. Commotions and wars are definitely the signs. We should not become the sign of the coming of Christ. ലോകം മുഴുവൻ നമ്മൾ ഇത് കാണുകയാണ്. We are seeing all across the world. ലൂക്കോസ് 21:11 നമ്മൾ വായിക്കുന്നത്, In the book of Luke chapter 21 verses 11 we read, വലിയ ഭൂകമ്പങ്ങളും great earthquakes, ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഇവിടെയായി ഉണ്ടാകും. famines and pestilences will happen here and there. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂകമ്പങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. We are living in a time when earthquakes are increasing. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഈ ഭൂഖണ്ഡം, This this earth, 6000 മൈൽ തിക്നെസ് ഉള്ള ഒരു ഗോളമാണ്. we are approximately 6000 kilometers thick. അതിന്റെ ആ പുറന്തോട്ടിനകത്ത് മുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. We are living in the most outermost layer. നമ്മുടെ വലിയ മൈനുകളും എണ്ണ ഡ്രിൽ ചെയ്യുന്ന കുഴികളും കിണറുകളും ഒക്കെ ഈ തൊലിപ്പുറത്തെ ഒരു പോറൽ മാത്രമാണ്. All the mining and the drilling of oil, all those things are just one drop on the top of the surface. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ചിന്ത ചോദിക്കട്ടെ. I'll give a small thought for the kids. ഞാനും നിങ്ങളും ഭൂമിയിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? How are you and I standing on the face of the earth? Come on. Kids, tell me. നേരെയാണോ നിൽക്കുന്നത്, ചെരിഞ്ഞാണോ? Are we standing straight or are we standing slanting? To all the kids, children. How we all are standing on the earth. ഭൂമി ഒരു ഗോളമാണെങ്കിൽ, If the earth is a planet, എങ്ങനെ നിൽക്കും? how will we stand? ഇതൊരു ഭൂമി ഒരു ഗോളമാണ്. And this is a earth, a planet. ഇത് നോർത്തേൺ പോളാണ്. This is the northern pole. സൗത്തേൺ പോൾ ആണെങ്കിൽ ഇവിടെ ആളില്ലെന്നിരിക്കട്ടെ. And if there are no people over here, ഇത് അമേരിക്ക ആയിക്കോട്ടെ, imagine this is America. ഇത് ഓസ്ട്രേലിയ ആയിക്കോട്ടെ. And the other one is Australia. ഇവിടെ നിൽക്കുന്നവർ എങ്ങനെയാണ് നിൽക്കുന്നത്? How are the people standing at the bottom? ഇവിടെ നിൽക്കുന്നവർ എങ്ങനെയാണ് നിൽക്കുന്നത്? How are the people standing at the top? ഇവിടെ നിൽക്കുന്നവർ എങ്ങനെയാണ് നിൽക്കുന്നത്? How are the people standing on the other side? ആരും നേരെയൊന്നുമല്ല കേട്ടോ. No one is standing straight. പലരും തലകുത്തിയാണ് നിൽക്കുന്നത്. Many of you standing upside down. പക്ഷേ നമുക്കത് തോന്നാത്തതിന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ മേ ബി 3-dimensional being ഒക്കെ ആയിരിക്കും. It is because we are 3-dimensional beings, that's why we don't even recognize it. ഈ പല്ലികളും ഒക്കെ ഇങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ടോ? Have you seen how lizards run by on the walls? അതങ്ങനെ തലകുത്തിയൊന്നും അല്ല, അത് തോന്നുന്നത്. They don't run upside down. അത് നേരെ പോവുക. They are going straight. അതൊരു പക്ഷേ 2-dimensional being അല്ല. Probably they might be 2-dimensional being. അതോട്ടെ, ഇതൊന്നും നമ്മുടെ മെയിനല്ല. നിങ്ങൾ ഇങ്ങനെ ഈ ചാപ്പാടും ജോലിയും അല്ലാതെ ഇങ്ങനെയും കൂടെ ഒന്ന് ചിന്തിച്ച് തലയിലെ സെല്ല് കളയാതിരിക്കാനായിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. It is good that you don't think just only about the food and work. It is good that you think about this so that you will not lose your cells. അപ്പം ഈ ഭൂഖണ്ഡത്തിന്റെ ഈ പുറന്തോട്, on the outer layer of the earth, ലിതോസ്ഫിയറിന് വിള്ളലുകളും. there are cracks of the lithosphere. ലിതോസ്ഫിയർ
അസ്തനോസ്ഫിയറിന്റെ മുകളിലൂടെ തെന്നി ഭൂഖണ്ഡങ്ങൾ ഉണ്ടാകും. And the earth is being split from with the split being from the ionosphere. അപ്പം ഈ ഓസ്ട്രേലിയൻ പ്ലേറ്റിലാണ് നിൽക്കുന്നത്. And this land of Australia is standing on the Australian plate. നമ്മുടെ ഏഷ്യ എല്ലാം യുറേഷ്യൻ പ്ലേറ്റിലാണ്. And Asia is all on a Eurasian plate. നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്. And the North American plate. പ്ലേറ്റുകളിലാണ്. On the plates. അപ്പോൾ ഇത് കൂടി വന്ന ഒരു 60-70 കിലോമീറ്ററോ മൈലോ ഒക്കെ കനമുള്ള പ്ലേറ്റുകൾ. And these plates might be as big as 60-70 miles. അതിന്റെ മുകളിലാണ് ഈ പട്ടണങ്ങളും വീടുകളും എല്ലാം ഉണ്ടാക്കുന്നത്. And on top of these are the towns and cities are being ഈ established. ജനങ്ങളെല്ലാം And all the people. ഈ പ്ലേറ്റുകളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And all these plates are moving from each other. ഈ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഏകദേശം 700 കിലോമീറ്ററോളം ആഴമുള്ള പ്ലാസ്റ്റിക് മേഖലയാണ്. And the ionosphere is approximately 800 kilometers thick and it's a plastic layer. ഉറപ്പുള്ള സ്ഥലമല്ല. It is not a very strong place. It's definitely slipping. അപ്പോൾ ഈ പ്ലേറ്റുകളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And all these plates are definitely moving. അങ്ങനെ നീങ്ങുമ്പോഴാണ് ഈ ഭൂമി കറങ്ങുന്നത്. And when that is moving itself, the earth is also rotating. ഈ സുനാമി പണ്ടത്തെ യുറേഷ്യൻ പ്ലേറ്റ് കയറി ഇടയ്ക്കൊന്ന് കയറിയതാണ് ഇന്തോനേഷ്യയിലുണ്ടായ സുനാമിയുടെ. When the Eurasian plate just got hit across the other ones, so that's why the tsunami happened in Indonesia. ഇപ്പോൾ ഈ ഭൂകമ്പങ്ങളൊക്കെ വർദ്ധിക്കുന്നതിന്റെ ഒരു റീസണാണ് ഇതൊക്കെ ഓടിക്കൊണ്ടിരിക്കുക. That is one of the reasons why the earthquakes are happening now. കാരണം ഭൂമി അതിന്റെ പഴയ നിലയിലേക്ക് വരണം. The earth has to come back to its original state. അത് പണ്ട് തിരിഞ്ഞു പോയതുപോലെ The way it was split out earlier on. വാനലൻ ഗോണ്ടാവാലൻ ഇങ്ങനെ തിരിഞ്ഞു പോയതുപോലെ ഇതെല്ലാം മടങ്ങി വന്നുകൊണ്ടിരിക്കുക. Just as the way it got split out, it will definitely come back. ഇനി ഭൂകമ്പങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. And now again the earthquakes will continue to rise. കുറയാനൊന്നും പോകുന്നില്ല. Don't think that it will go down. എന്നാൽ ഭൂകമ്പത്തിന്റെ ഭയാനകത നമ്മൾ കണ്ടു. But you have seen the fearfulness of the earthquakes. ബർമയിൽ, in Burma, in China, ഗുജറാത്തിൽ, in Gujarat, അങ്ങനെ ലോകത്തിൽ പല രാജ്യങ്ങളിൽ in different countries of the world. എത്ര ഭയാനകമാണ്. How fearful is it? മനുഷ്യൻ എത്ര കഴിവുള്ളവനാണെങ്കിലും, How much of a capable man is, എത്ര വലിയ മിടുക്കനാണെങ്കിലും, how smart he might be, എത്ര വലിയ ആളാണെങ്കിലും, how much of a great he might be, ഭൂകമ്പത്തിന്റെ മുൻപിൽ ആർക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കും? no one can stand before the earthquake. നമുക്ക് നിൽക്കാൻ ഒക്കുകയില്ല. You can't stand. ഭൂകമ്പങ്ങൾ വർദ്ധിക്കുകയാണ്. Earthquakes are increasing. ഇനി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം Now concerning man, ഒരു പ്രതീക്ഷയുള്ളത് the only hope യേശുവിന്റെ വരവ് മാത്രമാണ്. is the coming of Christ. ഇതിനെ നന്നാക്കാൻ ഒക്കാത്തക്ക നിലയിൽ ഭൂമി കീറുമെന്നും പൊടുപടാ പൊട്ടുമെന്നും കാവൽ മാടം പോലെ ആടുമെന്നും ഇരമ്യാവ് പ്രവചിച്ചിരിക്കുകയാണ്. In the book of Jeremiah it says that definitely the earth will shake as if it's being danced on totals. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മഹാവ്യാധികള്, and now the great pestilences. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാൻ പ്രേരണയാണ്. I want to say a couple of things about that. നമ്മുടെയൊക്കെ ചെറുപ്രായത്തില് In our small years, ഈ മെഡിക്കൽ സയൻസിന് എന്ത് പുരോഗമനമുണ്ട്. what advancement was there in medical science? ഒന്ന് ഓർത്ത് നോക്കിയേ. Think about it. അന്നൊക്കെ നമ്മുടെ അറിവുകളൊന്ന് ഓർത്ത് നോക്കിയേ. പനിയൊക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ when we think about the knowledge that we have, if we have a cold, പുതപ്പൊക്കെ എടുത്ത് അങ്ങോട്ട് മൂടി, we will definitely put a blanket on top of us കമ്പിളിയൊക്കെ അങ്ങോട്ട് മൂടി, and cover ourselves with പിന്നെ quilts. ഒരു ശർമ്മയുടെ ചൂടും കൊടുക്കുന്ന ഒരു കാലം. And there was a time they used to warm the beds also. ഇന്നത്തെ പോലെ ആശുപത്രികളുണ്ടോ? Now where the hospitals ഇവിടെ are today, പ്രായമുള്ളവർക്കറിയാം. now those who are old they know, ഇന്നത്തെ പിള്ളേർക്ക് അറിയത്തില്ല. and the kids don't know. ആശുപത്രി എന്ന് പറഞ്ഞാൽ കേട്ടോ വിശ്വാസത്തെ Look at വലിയ ഭരണിക്കകത്ത് മരുന്ന് വെച്ചിരിക്കുക. in a big vessel the medicine is kept, അത് കളറാണ്. and it is color പച്ച, green, ചുമല, red, വെള്ള, ഇങ്ങനെ. white. അത് വേദനയ്ക്ക് ഒരു കളർ, For pain one color, വയറ്റ് വേദനയ്ക്കും, for stomach pain, പല്ലുവേദനയ്ക്കും, for tooth pain, മൂക്ക് വേദനയ്ക്കും, pain in പ്രസവ വേദനയ്ക്കും for pregnancy pain, ഈ വെള്ള മരുന്ന്. it is a white medicine. പിന്നെ ചുമല മരുന്ന് വേറെ The red medicine for something ഇങ്ങനെ else, വെച്ചിരിക്കുക. and it is kept like അപ്പൊ that. എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു കുടിക്കുകയാണ്. And whatever, if you ask, they'll ask you what is it, and then they'll give you one of the colors. ഇന്ന് അങ്ങനെയാണ്. Now is it like that ഇന്ന് today? ഇതൊന്നും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അറിയത്തില്ല. Now if you tell this modern generation kids, they won't ഇന്ന് understand മെഡിക്കൽ സയൻസ് എന്ത് പുരോഗമിച്ചില്ലേ. how much of advancement is there in medical science. ഇത് കമ്പ്യൂട്ടറൊക്കെ അല്ലേ ഓപ്പറേഷൻ ചെയ്യുന്നത്. Now it is computers who are doing the operations. എന്നാലും പേടിച്ചോണം കേട്ടോ. But be careful. അവൻ ചിലപ്പോൾ കയറി പിടിച്ചാൽ വിടുകയില്ല. But if he definitely catches, he'll not take it. കമ്പ്യൂട്ടറിന് വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. If there is a problem with the computer, അതിനകത്ത് വല്ല വൈറസ് ഹാർട്ട് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹാക്കേഴ്സ് മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാര് അതിനകത്ത് പണിത് കഴിഞ്ഞാൽ ഇപ്പം ഈ ഹാർട്ട് പൊക്കിക്കൊണ്ട് വരാനാണ് പഠിക്കുന്നത്. അങ്ങനെ പൊക്കിക്കൊണ്ട് പോകും. when the computer is operating the heart, and if the hackers get into the computer, definitely they'll take the heart itself and walk away with that. അതൊരു പുരോഗമനമില്ലേ. And look at the advancement. അവയവങ്ങളൊക്കെ മാറ്റി വെക്കുന്നു. And they're changing the organs. അതൊക്കെ നമ്മൾ ഇന്ന് അധികം നാളായില്ല. That hasn't happened much long back. അവയവങ്ങൾക്ക് കാശ് കിട്ടുന്നു. You get money for organs. ഒരു ചെറുപ്പക്കാരൻ ഒരു കിഡ്നി വിറ്റപ്പോൾ 15,000 രൂപ കിട്ടി. One person who sold his kidney, he got 10,000 rupees. അവനത് തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പോയി അടുത്ത് വിൽക്കാനായി. അവൻ ഓർക്കുന്ന ഇത് പറിക്കുമ്പോൾ എടുത്തു വരുന്ന ഒരു സാധനമല്ല.
And as soon as he sold the first one, he goes and after a couple of months, he goes to sell the second one. He thinks that this is as if it grows on trees, so he's thinking that it constantly generates within his own body. എന്തൊരു പുരോഗമനമാണ്! അന്നത്തെ കാലമാണോ ഭയങ്കരമായ അറിവ്. And that look at the advancement in medicine. ജിനോം കോഡുകളെ കുറിച്ചുള്ള അറിവ്. And the knowledge in genome codes. ഇല്ലേ? ജിനോം കോഡ്. ഒരു കുട്ടിയുടെ 1 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ഒരു കോശം എടുത്താൽ 100 വർഷം കഴിഞ്ഞ് ആ കുഞ്ഞ് കല്യാണം കഴിച്ച് ജനിക്കുന്ന കുട്ടിയുടെ മകന് കഷണ്ടി ഉണ്ടാകുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നൊക്കെ ഈ സംഗതിയിൽ അറിയാം. എന്തുമാത്രം മനുഷ്യൻ പഠിച്ചു. The advancement in a genome, if you take one of the cells of the child that's being born right now, you will find that after 100 years, when this person's child is again born, you will be able to say the second child, at what age he will be born. ടെക്നോളജി നടക്കുന്നത് എങ്ങനെയാണ്? So how much of advancement is technology? ന്യൂയോർക്കിൽ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ When an operation happening in Europe, മദ്രാസിൽ നിന്ന് ചെറിയാച്ചനാ പറഞ്ഞു കൊടുക്കുന്നത് അവിടെ കയറിക്കൊള്ളാം. and the person in the Chiriasan in Madras is selling, do the operation in this place. മദ്രാസിലിരിക്കുക. He's sitting in Madras. എന്തൊരു അഡ്വാൻസ്! Look at the advancement in technology. അതുപോലെ തന്നെ ആശുപത്രികൾ. And look at the hospitals. എത്ര ആശുപത്രികളാണ്! How many hospitals are there? നമ്മുടെ സഹോദരിമാരെ എന്ത് ഭാഗ്യമുള്ളവരാണ്! Our sisters, how blessed are they? ഈ ആശുപത്രിയൊക്കെ ഇല്ലായിരുന്നെങ്കിൽ If these hospitals are not, imagine your condition. ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരന്മാരുടെ കാര്യം നോക്കി. Imagine our beloved brothers. അവരൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഉപദേശിമാരുടെ കാര്യം നോക്കി. If they were not there, look at our conditions, we pastors. അപ്പോൾ എന്തുമാത്രം ആശുപത്രി! How many hospitals? എന്തൊരു പുരോഗമനം! How much of advancement? പക്ഷേ ഇനി നിങ്ങളെ ഞാൻ പറഞ്ഞ പോലെ ബ്രെയിൻ ഉപയോഗിക്കാനായിട്ടൊരു സമയം തരിക. I'll give you time to use your brains. ഇത് രോഗം കുറയ്ക്കുകയാണോ അതോ കൂട്ടുകയാണോ ചെയ്യുന്നത്? Is your sickness being reduced, or is the sickness is increasing now? Come on. ഇത് കൂട്ടുകയാണ്. Only thing it's increasing. ഇത് കുറയാനല്ല. It is not going to go down. അപ്പോൾ പിന്നെ മെഡിക്കൽ സയൻസിന്റെ പുരോഗമനം എന്താണ്? So what is advancement in medical science now? കൂടുകയാണെങ്കിൽ പിന്നെ എന്താ ജനങ്ങൾ പോകുന്നത്? If the sicknesses are increasing, വയറ്റുവേദനയ്ക്കുള്ള മരുന്ന് കഴിച്ചപ്പോഴേ വയറ്റുവേദന പോയി. when you eat the medicine for stomach pain, the pain immediately went. തലവേദന ഉണ്ട്. But there is now after that you get a headache. തലവേദനയ്ക്കുള്ള മരുന്ന് കഴിച്ചപ്പോഴേ തലവേദന പോയി. As soon as you ate the medicine for headache, the pain went. നടുവേദന. But immediately you have back pain. ഇതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. And it has been constantly rotated അത് around. മാത്രമല്ല പണ്ടൊക്കെ ഉള്ള പുള്ളികളാണ്. ഇപ്പൊ എന്തോ വന്നിറങ്ങിയിട്ടുള്ള എന്തോ അതിന്റെ പേര് എന്തോ എബോള ഇല്ലേ? Now there is a new sickness called Ebola. ഇന്ന് വലിയ മിസൈലുകളൊന്നുമല്ല മനുഷ്യൻ ഭയപ്പെടുന്നത്. People are not scared of missiles now. മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത ചില വൈറസുകളുടെ മുൻപിൽ ശാസ്ത്രലോകം വിറച്ചു നിൽക്കുക. The scientific world is trembling before the viruses that they can't even see with their own eyes. രോഗമില്ലാത്തൊരു രാജ്യം സ്ഥാപിക്കാൻ, രോഗമില്ലാത്തൊരു ശരീരം നൽകുവാൻ നസറേയനായ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. Only Jesus of Nazareth can give you a world without sickness and a body without sickness. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് കർത്താവ് വരാൻ പോകുന്നത്. That is why Jesus is going to come back again. യേശു പറഞ്ഞു ക്ഷാമമുണ്ടാകും, Jesus said famines will be there, മഹാവ്യാധികൾ ഉണ്ടാകും. great pestilences. ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്? Isn't that we seeing all these ആശുപത്രികൾ വർദ്ധിച്ചിട്ടും, all the hospitals ഡോക്ടർമാർ increased, വർദ്ധിച്ചിട്ടും, and doctors have increased, ശാസ്ത്രജ്ഞന്മാർ വർദ്ധിച്ചിട്ടും, and science പുതിയ increased, മരുന്നുകൾ and new കണ്ടുപിടിച്ചിട്ടും medicines. രോഗങ്ങൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ. Sicknesses are increasing but not reducing. ഇത് 2000 വർഷം മുൻപ് കർത്താവ് പറഞ്ഞതാണ്. And Jesus said this 2000 years back. കർത്താവ് തന്റെ ശക്തിയുള്ള വ്യാപാരം കൊണ്ട് By his great anointing, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, our holy bodies, നമ്മുടെ രോഗമുള്ള ശരീരത്തെ our bodies and sicknesses, രൂപാന്തരപ്പെടുത്തി will transform them. അവന്റെ ശരീരത്തോട് As per his body, അനുരൂപപ്പെടുത്തുവാനായിട്ട് കർത്താവ് വരാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. magnify the Lord. മനുഷ്യന് ആരോഗ്യമുള്ളവനാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. Every man wants to become healthy, പക്ഷേ അവന് ആരോഗ്യം കിട്ടുന്നില്ല. but he's not able to do that. അത് അവൻ നഷ്ടപ്പെടുകയാണ്. He's losing it. അവൻ അധികം നാൾ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. He's not able to hold on much long. അവന്റെ ആരോഗ്യം അധികം നാൾ പിടിച്ചു നിർത്താൻ He കഴിയുന്നില്ല. can't hold on to his health much long. അറിവനുസരിച്ച് ഒരുപക്ഷെ 10 വർഷം 5 വർഷം അല്ലെ കുറെ കൂട്ടാമായിരിക്കാം, എങ്കിലും ഒരു 100 120 കഴിഞ്ഞാൽ അവന് നിൽക്കാൻ നോക്കുന്നില്ല. But as per his knowledge, he might be able to increase up to 100 or 120, but not after that. യേശുവിന്റെ വരവിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം, But the body that you will get when Christ comes, ഒരു രോഗത്തിനും പിടിക്കാൻ കഴിയാത്ത ശരീരം, a body which no sickness can catch, ഒരു മരണത്തിന് പിടിക്കാൻ കഴിയാത്ത a body which no death can catch,
ഒരു ഗ്രാവിറ്റി ഫോഴ്സിനും ഒതുക്കാൻ കഴിയാത്ത ശരീരം, A body which no gravity force can hold on to. സ്വർഗീയ ശരീരമാണത്. It's a heavenly body. അതിനെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വചനം വായിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. I'm going to read one verse in the book of Philippians and I'm going to pray for you. 3-ാം അധ്യായം 20 മുതൽ 21 വരെ. The book of Philippians chapter 3 verses 20 to 21. നമ്മുടെ പൗരത്വമോ Our citizenship സ്വർഗ്ഗത്തിലാണ്. is in heaven. അവിടെ നിന്ന് From there, കർത്താവായ യേശു our Lord Jesus Christ, രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. we are waiting for him to come as a savior. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. We will be thinking about the signs of coming of Christ. അവൻ And he, സകലവും in everything, തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് to subdue everything to himself. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ Our lowly bodies, തന്റെ മഹത്വമുള്ള ശരീരത്തോട് his glorious body, അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. to be confirmed, he will do that. ലോകത്തിലുള്ള എല്ലാ ഡോക്ടർമാരും, Every doctors on the face of the earth, ലോകത്തിലുള്ള എല്ലാ നേഴ്സസും, every nurses on the face of the earth, ലോകത്തിലുള്ള എല്ലാ ആശുപത്രികളും, every hospital on the face of the earth, എല്ലാ ഹെൽത്ത് കെയർ പരിപാടികളും all healthcare activities മനുഷ്യനെ നന്നാക്കാനാണ്. is trying to improve the man's health. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. We thank and praise God. ഇവരാരും ഇല്ലാത്തൊരു ലോകമായിരുന്നെങ്കിൽ ഇതെത്ര ഭ്രാന്തൻ ലോകമായി പോയത്. If none of these things were there, how crazy would the world be? പക്ഷേ ഡോക്ടറും നേഴ്സും സയന്റിസ്റ്റും ഫാർമസിസ്റ്റും എല്ലാം ഈ താഴ്ചയുള്ള ശരീരത്തിന് കീഴ്പ്പെടുന്നു. Every doctor, scientist, and every nurse, and every person who takes care of health, he is actually subdued രോഗത്തിന് by this. കീഴ്പ്പെടുന്നു, മരണത്തിന് കീഴ്പ്പെടുന്നു. He is subdued to the sickness and death and all those things. താഴ്ചയുള്ള ശരീരം എന്ന് പറഞ്ഞാൽ When you say the lowly bodies, നമ്മളുടെ നോക്കി നമ്മൾ ഒരു 20 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇരുന്ന പോലെയാണോ നമ്മളിപ്പോ ഇരിക്കുന്നത്? do we look as if, the way we were when we were 20 years old? 30 വയസ്സ് 40 വയസ്സ് 50 വയസ്സൊക്കെ കഴിഞ്ഞ് ഉള്ള ഇതാണോ ഇപ്പൊ നമുക്കുള്ളത്? Do we look with the way we were when we were young or when we were 40, 30, 40, and 50? തലമുടി ആദ്യം വെളുക്കാൻ തുടങ്ങുമ്പോഴത്തെ ആദ്യം പറിക്കുക അത്, In the initial stage when our hair used to become white, we used to pluck it out. പിന്നെ അത് ഡൈ ചെയ്യും. Then we used to dye it. എന്നാലും നമുക്ക് കാണുമ്പോൾ അറിയാം. Then also when we see, we know it. കവിളൊക്കെ നമുക്ക് പലതാണ്. ഇതൊക്കെ സോഡാ കുപ്പി പോലെ ഓട്ടുന്ന സൈസാണ്. ഇതൊന്നും എപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ്. Even your cheeks will definitely go down like soda bottles. പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ കണ്ടില്ലേ ഈ തൊലി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കണ്ടിട്ടില്ല? Haven't you seen the old അതൊന്നും mothers? അങ്ങനെ അല്ലായിരുന്നു. Old grandmothers, their faces are wrinkled. It's not earlier on, they were not like that. ഇത് താഴ്ചയുള്ള ശരീരം. This is the lowly body. ഇതൊക്കെ കുറെ സമയം നമ്മൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് നിർത്താവുന്നേ ഉള്ളൂ. You can only do a makeup for this body for quite some time. ഭയങ്കരം കോപിഷ്ഠനായ ഒരു അച്ചായനെ നമ്മുടെ ഒരു സഹോദരി ചെയ്തൊരു പരിപാടിയാണ്. I'll tell you one thing which one sister did to a very angry husband. പുള്ളി കല്യാണത്തിന് പോയാലും എവിടെ പോയാലും എങ്ങനെ വലിയ ഗൗരവത്തിലിരിക്കുന്നു. And wherever he goes, he's always very serious. വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. He's very educated. അപ്പൊ ഈ ഭാര്യ എഡ്യൂക്കേറ്റഡ് ആണ്. And the wife is also അപ്പൊ educated. അവർക്ക് എപ്പോഴും നല്ല സന്തോഷിച്ചിരിക്കുന്ന ഒരു ഭർത്താവിനെയാണ് വേണ്ടത്. And she wants her husband is always happy. അവര് ഭർത്താവിനെ കൊണ്ട് ഒരു പ്ലാസ്റ്റിക് സർജറി നടത്തി. And she took her husband and did a plastic surgery. പിന്നെ പുള്ളി മരണ വീട്ടിൽ ചെന്നാലും ചിരിച്ചല്ലേ. And if you go to a house where death is happening, you will see him sitting smiling over there. അപ്പൊ മനുഷ്യൻ ഈ താഴ്ചയുള്ള ശരീരത്തിൽ എന്തെല്ലാം പണിതാലും Whatever man does on his lowly body, എന്നെ പ്ലാസ്റ്റിക് സർജറി നടത്തിയാൽ whatever plastic surgery you do, ഇതിനെ പിടിച്ചു നിർത്താൻ ഒക്കെ you cannot hold on to it. കുറെ സമയം വരെ നമുക്ക് അത് നടത്തി ഇത് നടത്തി ഒക്കെ നമുക്ക് പിടിച്ചു You നിൽക്കാനൊക്കെ can hold on to it for a couple of times, അത് എടുത്ത് നഷ്ടപ്പെട്ടു. and after that you definitely lose it. അത് ലോകത്തിലെ ഒരു ഡോക്ടർക്കും തരാൻ ഒക്കെയില്ല. That thing, no doctor on the face of the earth can give you. ആശുപത്രിക്കും തരാൻ ഒക്കെയില്ല. No hospital can give നിങ്ങൾ it to ഓർത്ത് you. നോക്കിയാൽ നമ്മുടെ ഈ ശരീരം ഒരു 100 വർഷത്തേക്കൊന്ന് ആക്കാനായിട്ട് നമ്മൾ എന്തും ചെലവഴിക്കാൻ തയ്യാറല്ലേ? Wouldn't you be ready to prepare a send and give anything to keep your body for 100 years? എന്നാൽ കോടാനുകോടി യുഗം For eternity. എന്നും ഒരു യൗവന നിലയില് For eternity you will be in a youthful state, വൃദ്ധനാകാതെ not becoming old. നിത്യത മുഴുവൻ All of eternity, കർത്താവിന്റെ ശരീരവുമായി തുല്യപ്പെട്ട് being one with the body of Christ, ഒരു രോഗമില്ലാതെ, without sickness, ഒരു വേദനയില്ലാതെ, without pain, ഒരു ദുഃഖമില്ലാതെ, without ഒരു വിശപ്പില്ലാതെ, without hunger, ഒരു ദാഹമില്ലാതെ, no thirst, വീസായും പാസ്പോർട്ടും ഇല്ലാതെ ഭൂമിയിൽ എവിടെയും പോകാൻ, without visa and passport you can go to any place on the planet റോക്കറ്റിലും Earth. സ്പേസ് ഷട്ടിലും ഒന്നുമില്ലാതെ ഏത് ഗോളങ്ങളിൽ പോകാൻ Without a rocket and space shuttle you can go to any other planets. കഴിയുന്ന ഒരു ശരീരം തരാനായിട്ട് To give you a body such as that, യേശു കർത്താവ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ hear that Jesus
desires to find the നിങ്ങളുടെ good for them. ഹൃദയം എത്രമാത്രം സന്തോഷിക്കണം, How much should your hearts be rejoicing? അതിനുവേണ്ടി നിങ്ങൾ എത്രമാത്രം ഒരുങ്ങണം. How much should you be preparing for ആ that? വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. Listen to that verse. നമ്മുടെ പൗരത്വം Our സ്വർഗത്തിലാകുന്നു. citizenship is in heaven. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം And we കാത്തിരിക്കുന്നു. wait for him to come, our Lord Savior Jesus അവൻ Christ. സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് With the subduing power that is there നമ്മുടെ in താഴ്ചയുള്ള ഈ ശരീരം, our lowly bodies. നരയ്ക്കുന്ന ഈ തല, This is our head that grows ഈ old. കൊളസ്ട്രോളും ഈ വാദവും കോച്ചും കൊളുത്തുമുള്ള ഈ The ശരീരം, body which has cholesterol and all ഈ those things. മരണമുള്ള ശരീരം, The body that has ഈ death. കോപമുള്ള The body ശരീരം, that has anger. ഈ മറവിയുള്ള The body ശരീരം, that has got forgetfulness. കർത്താവ് തന്റെ ശരീരത്തോട്, He will to his body, തന്റെ സ്വർഗീയ ശരീരത്തോട് to his heavenly body. രൂപാന്തരപ്പെടുത്താനാണ് യേശു വരാൻ പോകുന്നത്. He wants to transform our bodies to that body. സ്തോത്രം, സ്തോത്രം. മനസ്സിലായോ? Do you understand? നിന്റെ വേദനകൾ എന്നേക്കും മാറ്റാനാണ് യേശു വരാൻ പോകുന്നത്. He is coming so that he can take away your നിന്റെ രോഗം എന്നേക്കും മാറ്റാനാണ് യേശു വരാൻ പോകുന്നത്. നിന്റെ മരണം എന്നേക്കും മാറ്റാനാണ് യേശു വരാൻ പോകുന്നത്. നിനക്ക് മരണമില്ലാത്തൊരു ശരീരം തരാനാണ് യേശു വരാൻ പോകുന്നത്. ഈ ഗ്രാവിറ്റി ഫോഴ്സിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ശരീരം തരാനാണ് യേശു വരുന്നത്. force of gravity. ഇപ്പോൾ തന്നെ നമുക്കത് അനുഭവിക്കാനായിട്ട് കഴിയും. Now also you can experience it right now. അവന്റെ വ്യാപാര ശക്തി, His power. എന്ന് പറഞ്ഞാൽ അത് വ്യാപരിക്കുന്ന ശക്തിയാണ്. It is a power that which moves across. ഒരു സംഭവം ഞാൻ പറയാം. I'll tell you one example. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന മുണ്ടിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. We are staying in a place by the place called Mundipalli. മുണ്ടിപ്പള്ളി ജംഗ്ഷനിലെ കൊച്ചുമന്നത്ത് എന്ന പേരിൽ ഒരു വീടുണ്ട്. There is a house called Kuchuman in that place. അവിടെ ഒരു ഇലക്ട്രീഷ്യനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, വിനോദ് എന്നാണ് പേര്. And there is a brother by the name Vinod who was an electrician. ഈ ഞങ്ങളുടെ ചർച്ചുമായിട്ട് വളരെ അടുത്താണ് അവരുടെ വീട്. And their house is very close to our church. വിനോദിന് ഒരു സൈസ് അസുഖം ഉണ്ടായി, റൂമാറ്റിക് ആർത്രൈറ്റിസ്. Vinod had a rheumatic arthritis. എല്ലാ ജോയിന്റുകളിലും വേദനയും പനിയും ആണ്. In every joint he's got pain and he's got sickness. അങ്ങനെ ഏകദേശം 30 വർഷങ്ങൾ ഈ മനുഷ്യൻ കഷ്ടപ്പെട്ടു. And this person struggled for close to 30 years. ജീവിക്കാൻ ആഗ്രഹമുണ്ട്, ഓരോരുത്തർ പറയുന്ന മരുന്ന് കഴിക്കും. And because he has a desire to live, he will eat any medicine that people say. ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും പിന്നെ അല്ലാത്ത കുറെ അന്ധവിശ്വാസങ്ങളിൽ എവിടെയൊക്കെ പോകാവോ അവിടെയൊക്കെ പോയി. Ayurveda, allopathy and whatever other blind rituals he's been asked to do, he's been doing. കാരണം വിനോദിന് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ അങ്ങ് നീരാകും, പിന്നെ ഭയങ്കര പനിയാകും, പിന്നെ ഇരുന്നിടത്ത് നായക്ക് എഴുന്നേക്കാൻ പിന്നെ കഴിയില്ല, ഇതൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേക്കാൻ. And as soon as this sickness come into him, his whole body will swell up and then he can't even get up from the place where he's sitting. അവസാനം വിനോദിനോട് ആൾക്കാർ, എന്റെ വിനോദ നീ ലാട ഗുരുക്കന്മാരുടെയും ഈ കണിയന്മാരുടെയും അവരുടെ ഇവരുടെയും ഹോമിയോപ്പതിയൊക്കെ നീ വല്ല അറിവുള്ള ഡോക്ടർമാരുടെ അടുത്ത് പോകും, നീ മെഡിക്കൽ കോളേജ് പോകും. And they told him instead of going to the sorcerers and all these blind ritual people, go to some medical doctors. അങ്ങനെ വിനോദ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. And Vinod goes to Kottayam Medical College. ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് അദ്ദേഹത്തെ പരിശോധിച്ചു. A team of doctors examined him. ഡോക്ടർമാര്, ഇത് നമ്മുടെ ഡോക്ടർമാരെ നിങ്ങൾക്കറിയാലോ, ഇവിടുത്തെ പോലെയല്ല, അവരങ്ങനെ പറയുകയില്ല. എങ്കിലും അവര് ഇംഗ്ലീഷിൽ പറഞ്ഞു ഇവൻ ഇനി ഒരു 3 വർഷം കൂടെ ജീവിക്കും. And the doctors, it's not like the doctors over here, but they said over there that he can live for maximum 3 more years in English. കാരണം അത് ഹാർട്ടിന്റെ വാൽവിനെ കൂടെ ബാധിക്കുന്നതാണ് ഈ രോഗം. Because this sickness will definitely affect his heart valve. അവരങ്ങ് തമ്മിൽ പറഞ്ഞത് വിനോദിന് മനസ്സിലായി. And when they spoke among each other, Vinod understood this. അവർ എഴുതി കൊടുത്ത മരുന്ന് വിനോദ് കഴിച്ചില്ല. And Vinod did not buy the medicine that they prescribed for him. ഇനി 3 വർഷത്തേക്ക് ജീവിക്കാൻ ഞാൻ ഈ മരുന്ന് കൂടി ഇനി എന്നാ കഴിയും. And he said, if it's only for 3 more years, why should I eat this medicine then? ആ കുറിപ്പടി എല്ലാം കളഞ്ഞിട്ട് വിനോദ് നേരെ വീട്ടിൽ വന്നു. He threw all his prescriptions and he came home. ചങ്ങനാശ്ശേരി ജംഗ്ഷൻ അടുത്ത് ഇരിപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലം. There's a place called Iripa in next Changanasheri. ചങ്ങനാശ്ശേരി തന്നെയാണത്. So it's in Changanasheri. അവിടെ ഈ ആത്മഹത്യ പോയതാണ്. But it is a point of suicide. അവിടെ ട്രെയിൻ ഉണ്ട്, അവിടെ അധികം ആളില്ല, ടൗണും അടുത്താണ്. And the town is closed and the train is also there and there's not much people. അങ്ങനെ മുണ്ടിപ്പള്ളിയിൽ നിന്ന് വിനോദ് ചാടി ഇറങ്ങി മുണ്ടിപ്പള്ളി ഹോസ്പിറ്റലിൽ നേരെ ആ റോഡിലുള്ള 2 നില കെട്ടിടമാണ്, അതിന്റെ മുകളിൽ നിന്ന് അവൻ ചാടി ഇറങ്ങി ബസ്സിൽ കയറി ഇരിപ്പായി. And he came to the place called Iripa from after getting out of the hospital. എന്തോ അന്ന് ട്രെയിൻ എന്തോ സമരമോ എന്തോ ആ സമയത്ത് ട്രെയിൻ വന്നില്ല. And that day the train was on a strike and so the train did not come. അയാൾ തിരിച്ചു വന്നു. And he came back home. ഡ്രൈവർ ജോയ് എന്ന് പറയുന്ന മുണ്ടിപ്പള്ളിക്കാരനായ ഒരു സഹോദരനെ ട്രാൻസ്പോർട്ടിലെ ഒരു ജോലിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിനോദ് നീ ഏതായാലും അവിടെ ചർച്ചിൽ ചെന്നൊന്ന് പ്രാർത്ഥിക്കുക, പാസ്റ്റർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. And the transport driver told Vinod, go to the church over there and the pastor might pray for you. അങ്ങനെ വിനോദ് ഞങ്ങളുടെ ചർച്ചയിൽ വന്നു. And Vinod comes to our church. ഞാൻ വിനോദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. And I pray for Vinod. പക്ഷേ
അത് കഴിഞ്ഞപ്പോൾ വിനോദന അസുഖം കൂടി. After I prayed, what happened was his sickness increased. എന്ന് പറഞ്ഞാൽ എഴുന്നേക്കാൻ മേലാത്ത പരുവത്തിലായി എന്റെ പ്രാർത്ഥന കഴിഞ്ഞു. And after my ഇതും കൂടെ മനസ്സിലാക്കാൻ, ഈ ചിന്ത കൂടെ ഒരു മനുഷ്യന്റെയും കഴിവിലല്ല അത്ഭുതം നടക്കുന്നതെന്ന് അറിയാൻ ഞാൻ പറയുക. I'm just telling you so that you can understand the fact that it is not in man's ability that miracles happen. After I prayed, his sickness increased even more, became even അവൻ worse. എഴുന്നേക്കാൻ മേല കിടക്കുകയാണ്. And he can't even get up. He's always on his constantly lying down. ഈ ഞങ്ങൾ ഡ്രൈവർ ജോയി എന്ന് പറയുന്ന ആ സഹോദരൻ പിന്നെയും ചെന്നു വിനോദിന്റെ അടുത്ത്. And this driver Joy again went to this എന്നെ വിനോദ, നീ മരുന്ന് തരികയാണല്ലോ, ആന്റിബയോട്ടിക്സ് നിനക്ക് കോഴ്സ് ഒക്കെ ഇല്ലേ? and he said for medicine also there is a course if you're eating antibiotics. നീ ഏതായാലും ഒന്നുകൂടെ ചെല്ല്. And he said go once again. അങ്ങനെ വിനോദ് ആൾപ്പാട് ഈ മുണ്ടിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഞങ്ങളുടെ ചർച്ചിലേക്ക് ഒരു കൂടി വന്ന ഒരു 2-3 ഫർലോങ്ങുള്ളൂ. It's only approximately 3 to 4 furlongs from Mundipalli junction to our church. 4 പ്രാവശ്യം ഇരുന്ന് ഈ വിനോദ് ചർച്ചിൽ വന്നു. After sitting and walking for at least 3 times, he managed to reach a church. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. And that day we all prayed together. കർത്താവ് വിനോദിനെ അങ്ങ് സൗഖ്യം. And Jesus healed him. സ്തോത്രം. അതിൽ ആര് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് കേട്ടതെന്ന് സ്വർഗ്ഗത്തിലെ ദൈവത്തിനെ അറിയത്തുള്ളൂ. Only God knows in heaven whose prayer did he was healed. പക്ഷെ കർത്താവ് ഈ സഹോദരനെ അങ്ങ് സൗഖ്യമാണ്. But the Lord Jesus healed his brother. ആ വിനോദിന്റെ വിവാഹ ശുശ്രൂഷ നടത്താൻ ദൈവനിക്കിടയായി. And by God's grace I was able to do the conduct marriage for his brother. ആ വിനോദിന്റെ 2 മക്കൾ ക്രിസ്റ്റീന എന്ന 2 കുഞ്ഞുങ്ങളെ സമർപ്പിക്കാൻ ദൈവനിക്കിടയായി. I was able to dedicate the 2 kids, Christy and Christina. ആ വിനോദിനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവനിക്ക് ഭാഗ്യം. And I was able to pray and bless his brother for the gospel work. ആ വിനോദ് പോയത് കാശ്മീരിലോട്ടാ. And that Vinod went to Kashmir. കഴിഞ്ഞ 2 മാസം മുമ്പ് വിനോദ് അവിടെ സ്നാന ശുശ്രൂഷ നടത്തി. And 2 months back he did a baptism with him. വാതരോഗി കാശ്മീരിൽ സുവിശേഷ വേലയ്ക്ക് പോകുമെന്ന് ചിന്തിക്കാൻ ഒക്കുവോ? Can you imagine a person with arthritis would go to Kashmir to do the gospel work? ചിന്തിക്കാൻ ഒക്കുകയല്ല. You can't think. യേശു കർത്താവിന്റെ വ്യാപാര ശക്തി, The power of the anointing that from Jesus Christ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയാണ്. will raise up the dead people. അത് ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കുന്ന ശക്തിയാണ്. It is the power that can heal cancer. അത് മരുന്നുകൾക്കും ഡോക്ടർമാർക്കും സാധിക്കാത്തത് വിടുവിക്കുന്ന It ശക്തിയാണ്. can deliver what the doctors and medicines ഇന്ന് can't do. രാത്രിയിൽ നീ അത് വിശ്വസിച്ചാൽ But this night if you believe, ഈ വ്യാപാര ശക്തി കർത്താവ് നിന്റെ ശരീരത്തിലായിരിക്കും. this imparting power he will send into your life. ഒന്ന് സ്വന്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചാട്ടെ. നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, Difficulty that you're having, നിന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, that you're having, നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, that you're having, നിന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്, controlling you, ആരാധിക്കുവാൻ കഴിയാതെ, not able to worship, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, not able to pray, ജീവിതത്തിന്റെ മേഖലകളിലെല്ലാം every realm of your life, എത്തിക്കപ്പെട്ട വ്യക്തിയെ പോലെ bound as a person, ഈ അനുഗ്രഹിക്കപ്പെട്ട നാട്ടിൽ വന്നിട്ടും this blessed land, സന്തോഷിക്കാൻ കഴിയാതെ, not able to rejoice, ആനന്ദിക്കാൻ not കഴിയാതെ, able to be happy, കൂട്ടിലകപ്പെട്ട ഒരു പക്ഷിയെ പോലെ a bird in a cage, ആയിരിക്കുന്ന നിന്നെ വിടുവിക്കുവാൻ deliver you. ഇവിടത്തെ ഡോളറിന് കഴിയുകയില്ല, ഇവിടത്തെ ജോലിക്ക് കഴിയുകയില്ല, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കഴിയുകയില്ല. എന്നാൽ യേശുവിന്റെ വ്യാപാര ശക്തിക്ക്, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് ഈ സെക്കൻഡിൽ തന്നെ, ഈ നിമിഷം തന്നെ ഹല്ലേലൂയ, 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 നിന്നെ വിടുവിക്കാനായി He കഴിയും. can deliver you. മാത്രമല്ല നീ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മൈലുകൾക്കപ്പുറേ, കടലുകൾക്കപ്പുറേ നീ ഭാരപ്പെടുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് കർത്താവ് തന്നെ വ്യാപാര ശക്തി അയച്ച്, കർത്താവ് തന്നെ വിടുതൽ അയച്ച്, Healing their life. ഹല്ലേലൂയ, സൗഖ്യമാക്കാൻ കഴിയും, He can heal them. വിടുവിക്കാൻ He can കഴിയും, deliver them. വാതിലുകൾ തുറക്കാൻ കഴിയും. Open doors. അടച്ചിരിക്കുന്ന വാതിലുകൾ എത്ര ശക്തമാണെങ്കിലും കർത്താവിന് ഒരു സെക്കൻഡ് കൊണ്ട് തുറക്കാനായി കഴിയും. However strong the gates might be, he can open one നിന്നെ second. പീഡിപ്പിക്കുന്ന വ്യക്തികളുടെ മനസ്സിനെ, People are tormenting you. നിന്നെ വേദനപ്പെടുത്തുന്ന വ്യക്തികളുടെ The മനസ്സിനെ person not tormenting you, സെക്കൻഡ് കൊണ്ട് കർത്താവിന് മാറ്റും. he can change in a second. ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. You should know certain things. ഞാൻ ആദ്യം ഈ ഓസ്ട്രേലിയയിൽ വരുന്ന ന്യൂസിലൻഡിൽ നിന്നാണ്. Before coming to the land of Australia, I came from New Zealand. ഓക്ലൻഡിൽ വെച്ച് ഞാൻ ഓസ്ട്രേലിയൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. From Auckland, I applied for the visa of Australia. പക്ഷേ എന്നെ ഇന്റർവ്യൂ ചെയ്ത ആ കോൺസുലർ എന്നെ കണ്ടപ്പോൾ മുതൽ അരിച്ചുവാൻ. The person who interviewed me from the second he saw me, he was irritated. അതൊരിക്കലും അങ്ങനെ അവർ ചെയ്യുന്നില്ല. വിസ തന്നാലും തന്നില്ലേലും അവർ വളരെ ലോക്യമായിട്ട് നമുക്കിപ്പോൾ 1000 വർഷത്തെ കിട്ടുമെന്ന് തോന്നുന്നു. അവസാനം പറയും സോറി എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ തോന്നും. Normally, a person who is going to do an interview, they will talk to you so beautifully and so smoothly as if they're going to give you a visa for 1000 years. ഇതൊക്കെ അവസാനം ഇല്ലെന്നേ പറയത്തുള്ളൂ. And then after that, they'll say your visa is പക്ഷെ rejected. ഒരിക്കലും അതിന് കോപിക്കുകയില്ല. But they'll never get angry at you. എന്നെ കണ്ടപ്പോൾ മുതലേ അവർ കോപിക്കുക. From the time he saw me, he's angry at me. ഞാൻ പാസ്റ്റർ ആണെന്ന്
അപ്പൊ അവർ അതിന്റെ എവിഡൻസ് ചോദിച്ചു. When I said I'm a pastor, they asked me what is evidence for that. ഞാൻ പാസ്റ്റർ അല്ല, പിന്നെ എന്നാ എവിഡൻസ് ഒന്നും എന്റെ ഇല്ല. I'm thinking I'm the pastor. What else do you want as evidence? അവരെന്നോട് പറഞ്ഞു, നീ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണേലും അത് ഞങ്ങൾക്ക് വിഷയമില്ല, ഞങ്ങൾക്ക് എവിഡൻസ് ആണ് വേണ്ടത്. So he's telling me, even if you're the prime minister of India, I need evidence. അപ്പോഴെനിക്ക് എന്നോട് ദൈവം പറഞ്ഞിട്ട് ഞാൻ വരുന്നത്. And in my heart I knew God has told me that's why I'm coming. ഞങ്ങൾ സാധാരണ വിസ ഉള്ളത് കൊണ്ടോ പാസ്പോർട്ട് ഉള്ളത് കൊണ്ടോ ടിക്കറ്റ് ഉള്ളത് കൊണ്ടോ ആൾക്കാർ വിളിക്കുന്നത് കൊണ്ടോ ആൾക്കാരൊക്കെ പോകാറില്ല. Normally we don't go because we have visa or the passport or because people are calling us. ദൈവം വിളിക്കുമ്പോൾ പോകും, അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം. When God calls, we go and everything else will be arranged by itself. എനിക്ക് പറയാം, ദൈവം എന്നോട് പറഞ്ഞിരുന്നു, നീ പോണം, 45 ദിവസം ഞാൻ നിനക്ക് നൽകുന്നു, 45 ദിവസം നീ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാണ് ദൈവം എന്നെ വിട്ടത്. അങ്ങനെയാണ് ഞാൻ വന്നത്. God told me you're going with that for 45 days and you have ministry for 45 days. That's why I've come over here. ഞാൻ ആ 45 ദിവസം കഴിഞ്ഞ് മടങ്ങി പോവുകയും ചെയ്തു. And after 45 days I went back also. എനിക്ക് മനസ്സിലായി സംഗതി വേറെ പോവുകയാണ്. And I understood this is going to a different ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, and I told in my heart, യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, കർത്താവിന്റെ അവ്യാപാര ശക്തിയാൽ the body power of Jesus, ഈ അന്ധകാരം അഴിഞ്ഞു മാറി. let the darkness be opened. ആ മുഖം പ്രകാശിച്ചു. And immediately the face revealed. പിന്നെ എന്നോട് സന്തോഷത്തോടെ So he was after that he was talking to me very happily. കാര്യം മനസ്സിലായോ? Did you understand? ഓഫീസിൽ In the office, ചില വ്യക്തികളിൽ some people, മാറ്റങ്ങൾ കണ്ടാൽ if you see changes, നീ ചെയ്യേണ്ടത് what you are supposed to do, കർത്താവ് തന്റെ വ്യാപാര ശക്തി അയക്കാം, he can send his കർത്താവ് body തന്റെ power, വിടുതൽ അയക്കാം. deliverance. നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അവിടെ നീ അത്ഭുതങ്ങൾ കാണും. കരങ്ങൾ അടിച്ചാട്ടെ. നിന്റെ ജോലി മേഖലകളില്, നിന്റെ വിദ്യാഭ്യാസത്തിനൊത്തവണ്ണം നീ അർഹനായിരിക്കേണ്ട മേഖലകളിൽ നിനക്ക് ആകാൻ കഴിഞ്ഞിട്ടില്ല. നിന്റെ ബുദ്ധി കൊണ്ട് നടക്കുകയില്ല, നിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുകയില്ല, നിന്റെ കഴിവ് കൊണ്ട് നടക്കുകയില്ല. യേശുവിന്റെ വ്യാപാര ശക്തി കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് അത് സംഭവിക്കും. തുറക്കപ്പെടും. What has to be open will open. സൗഖ്യമാകേണ്ടവർ സൗഖ്യമാകും. The one who is to be healed will heal. രക്ഷിക്കപ്പെടേണ്ടവർ രക്ഷിക്കും. The person who is to be saved will be saved. ഹല്ലേലൂയ. ആത്മാക്കളെ നീ ആഗ്രഹിക്കുന്നെങ്കിൽ Do you wish of believers? നമ്മുടെ ബുദ്ധി വേണ്ട. You don't need your mind. യേശു തന്റെ ശക്തി അയച്ചാൽ, അവന്റെ വ്യാപാര ശക്തി അയച്ചാൽ, ഇന്ന് നിനക്കെതിരായി നിൽക്കുന്ന ഏത് കാരാഗ്രഹ പ്രമാണിയെയും നിന്റെ കരം കൊണ്ട് സ്നാനപ്പെടുത്താൻ ദൈവം വഴിയൊരുക്കും. He will open doors for you. ഹല്ലേലൂയ. 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 കർത്താവ് തന്റെ വ്യാപാര ശക്തി കൊണ്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് മുൻപായി, Before he raises the people who are dead by his anointing power, പാപത്തിൽ മരിച്ചു കിടക്കുന്നവരെ ഉയർപ്പിക്കുന്നവനാണ്. he will raise the people who are dead in sin. കർത്താവിന്റെ വരവിന് വേണ്ടി For the coming of Christ, കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ സമർപ്പിച്ചു. yesterday also we surrendered. നിങ്ങൾ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് കർത്താവിന്റെ വരവിൽ പോകണം? How many of you decide that when Christ comes, I want to be ആ part of വ്യാപാര this? ശക്തി എന്റെ ശരീരത്തിൽ ഇപ്പോൾ അനുഭവിക്കണം. That imparting power has to be working in my life. മരിച്ചു കഴിയുമ്പോൾ ആ വ്യാപാര ശക്തി എന്നെ ഉയർപ്പിക്കണം. When I die, that imparting power definitely rise me up. അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. I surrender myself for that. എത്ര പേർക്ക് പറയാൻ ആഗ്രഹം? How many are ready to say that? കരമുയർത്തിയ Can you lift your hand? ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കുക. Close your eyes. ഞാൻ ഒരു രോഗിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള കരമുയർത്തുക. If there is anyone who says I'm a person who's sick in the body, I want to heal healing, please lift your hands. കരങ്ങൾ താഴ്ത്തുക. എന്റെ ജോലി മേഖലകളിൽ ഒരു വിടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം തന്റെ വ്യാപാര ശക്തി അയക്കേണ്ടതിന് പ്രാർത്ഥിക്കണമേ എന്ന് പറയുവാനുള്ള കരമുയർത്തി പിടിക്കുക. If you would say I want deliverance in my workplace, please pray that God will send a deliverance in my life. എന്റെ ഭവനത്തിൽ, എന്റെ കുഞ്ഞുങ്ങളിൽ, എന്റെ കുടുംബത്തിൽ ദൈവം തന്റെ വ്യാപാര ശക്തി അയച്ച് ഇരുളുകൾ മാറ്റി ഭവനത്തിൽ ഒരു മാറ്റം വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി പിടിക്കുക. കരമുയർത്തി. If you say that your family is going through difficulties and you want deliverance in your life and you say please pray for my family, definitely lift your hands then. കരങ്ങൾ താഴ്ത്തിയിടാം. ഈ യേശു കർത്താവിന് വേണ്ടി ഞാൻ എന്റെ ഹൃദയം കൊടുക്കുന്നു എന്ന് പറയുവാനുള്ളവർ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. Anyone who says I want to give my heart to Jesus, can lift your hands. കരങ്ങൾ താഴ്ത്തിയിടാം. ദൈവം ഒരു അവസരം തന്നാൽ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുവാനുള്ളവർ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുവാനുള്ളവർ കരമുയർത്തിപ്പിടിക്കുക. കരങ്ങൾ താഴ്ത്തിയിടാം. പാപത്തോടും ദുരുപദേശത്തോടും വേർപെട്ട് എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തിപ്പിടിക്കുക. കരങ്ങൾ താഴ്ത്തിയിടാം. സുവിശേഷ വേലയ്ക്കായിട്ട് ദൈവം എനിക്ക് തരുന്ന കഴിവനുസരിച്ച് ഞാൻ യേശുവിനെ കുറിച്ച് പറയുമെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തിപ്പിടിക്കുക. കരങ്ങൾ ഉയർത്തി വരുന്ന നിമിഷം പ്രാർത്ഥിക്കുക. Please lift your hands if you want to pray right now.
എന്തിനു വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നുവോ ആ വിഷയം സമർപ്പിച്ചുകൊണ്ട് For പ്രാർത്ഥിക്കാം. whatever reason you have come over here, surrender that into the hands of the Lord and pray. പോൾ ഗോപാലകൃഷ്ണന്റെ കയ്യിൽ ഒന്നുമില്ല. Paul Gopalashan does not have anything. ഈ കൈ നിങ്ങളുടെ ശരീരത്തിൽ തൊട്ടാൽ നിങ്ങൾക്ക് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. If this hand of mine touches your body, nothing will happen in your body. എന്നാൽ എന്റെ കർത്താവിന്റെ വ്യാപാര ശക്തി, But in the imparting power of the Holy Spirit, എന്റെ കർത്താവിന്റെ മുറിഞ്ഞ കരം the bruised hand of my Lord നിങ്ങളിൽ നിന്ന് Jesus, തൊട്ടാൽ if it touches upon അത് you, വലിയ വിടുതലായിരിക്കും. great changes will happen. ഞങ്ങളുടെ കർത്താവേ, Our Lord Jesus, ഞങ്ങളുടെ ദൈവമേ, my Jesus, അങ്ങയുടെ സന്നിധിയിൽ in your presence, നിന്റെ ഈ മക്കൾ വന്ന് നിൽക്കുന്നു. we are children who are standing over here. ക്രൂശിന്റെ ചുവട്ടിൽ At the feet of the cross, അവർ വന്ന് നിൽക്കുന്നു. they are standing, O Lord. അങ്ങ് സൗഖ്യമാക്കുമെന്നും You will heal them, വിടുവിക്കുമെന്നും you will deliver them, രക്ഷിക്കുമെന്നും you will ഒക്കെ save them. അങ്ങയുടെ വചനത്തിൽ എഴുതിയത് ഞങ്ങൾ നിന്റെ ജനത്തോട് പറഞ്ഞു. We told your people that you would do all deliverance in their അവർ life, Lord. കുഞ്ഞുങ്ങളെ പോലെ അനുസരിച്ച് As children, they have അത് obeyed, വിശ്വസിച്ച് believed, നിന്റെ മുൻപിൽ വന്നിരിക്കുകയാണ് and കർത്താവേ. standing before you, O Father. നിന്റെ വചനപ്രകാരം നീ അത്ഭുതം By പ്രവർത്തിക്കണം. your word, O Lord, do the miracles. രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിൽ To those who want to be saved, അവിടുന്ന് കടന്നിയല്ലോ. you go into their hearts, O Lord. സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് To those who want to be baptized, സ്നാനപ്പെടാൻ അവസരമൊരുക്കണം. give an opportunity for them, O Lord. അഭിഷേകം ആഗ്രഹിക്കുന്നവരെ For anointing, O നിന്റെ Lord. കർത്താവ് അഭിഷേകം ചെയ്യണം. Please anoint them, O Lord. വേർപെടാൻ To ആഗ്രഹിക്കുന്നവരെ have separation, അതിനായി ഒരുക്കണം. please prepare them, അങ്ങനെ O Lord. വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ Do your work, O Lord. കർത്താവ് അതിനായി ബലപ്പെടുത്തണം. Strengthen them, O Lord. രോഗ സൗഖ്യം ആഗ്രഹിക്കുന്നവരെ Healing in their body, O Lord. കർത്താവ് സൗഖ്യമാക്കണം. Please heal them, O Lord. ഭവനത്തിൽ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവരെ Deliverance in their family. കർത്താവ് വിടുവിക്കണം. Please, O Lord, deliver ജോലി them. മേഖലയിൽ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവർക്ക് If it's in their jobs, O Lord. കർത്താവ് അത്ഭുതം Do a പ്രവർത്തിക്കണം. miracle for them, O Lord. യേശുവിന്റെ In the നാമത്തിൽ name of Jesus, ഞങ്ങൾ എല്ലാവരും കൂടെ we ചേർന്ന് all together, പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന we pray this prayer, ദൈവമേ our Lord, കൃപ തോന്നി by grace, കേൾക്കണമേ. hear, Lord. അക്കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. Clap your hands and magnify the യേശുവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. God of the ദൈവത്തിന്റെ കൃപ ഇവിടെ വ്യാപരിക്കട്ടെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി